ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പ്രസാദം അവിടെ വയ്ക്കുന്നത് കയ്യിൽ നനച്ചിട്ട് വരും. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.
സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പാ ശരണം. മുല്ലോർലിത്തേവരേ ശരണം. സർവേശ്വര മംഗലത്തപ്പാ ശരണം. തലയാക്കുളത്തമ്മേ ശരണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ ജയ് ശ്രീ രാധേശ്യാം. രാധേശ്യാം. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ നമസ്കരിക്കുകയാണ്. ഭഗവാന്റെ അപാരമായ കാരുണ്യം കൊണ്ട് ഒരു രാമായണ മാസം കൂടി നമ്മുടെ മുമ്പിൽ രാമായണം വായിക്കാനായിട്ട് ഭഗവാനെ ഈ വർഷം കൂടി നമുക്ക് അനുവദിച്ച് തന്നു എന്ന് വിചാരിക്കാം അല്ലേ. ഇവിടെ തുടങ്ങാൻ വേണ്ടിയിട്ട് വന്നിരുന്നാൽ പിന്നെ അത് മുടങ്ങാണ്ട് എത്തിക്കുക എന്നുള്ളത് ഭഗവാന്റെ കാരുണ്യം തന്നെയാണ്. ഇവിടെ എത്തിയിട്ടുണ്ട് ഭഗവാൻ ഉണ്ടെങ്കിൽ അത് മുടങ്ങാണ്ട് നമ്മളെ എത്തിക്കുക എന്നുള്ളതും ഈശ്വരേച്ഛയാണ്. അപ്പോൾ യാതൊരു വിഘ്നങ്ങളും ഇല്ലാതെ കണ്ട് നമ്മളുടെ ഈ പാരായണം പൂർണ്ണമായിട്ടും സമർപ്പിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഭഗവാന്റെ പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ഒരു വിധത്തിൽ ഓരോ തവണ നമ്മൾ ഈ രാമായണം വായിക്കുമ്പോഴും അതെല്ലാം നമ്മളുടെ ഉള്ളിലുള്ള ആ ഇരുട്ടിനെ അല്ലേ, ആ ഇരുട്ട് കഴുകിയിട്ട് വൃത്തിയാക്കണമെങ്കിൽ എത്രയോ കഴിഞ്ഞിട്ട് വേണം നമുക്ക് വൃത്തിയാക്കാൻ. അല്ലെ, ഒരു കഴുകൽ കൊണ്ടൊന്നും വൃത്തിയായി എന്ന് വരില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ നിത്യപാരായണം വേണം എന്ന് പറയണേ. രാമായണവും ഭാഗവതമൊക്കെ നിത്യപാരായണം വേണമെന്ന് എപ്പോഴും കഴുകി ശുദ്ധമാക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഇരുട്ടെല്ലാം മാഞ്ഞ് നമ്മുടെ ഉള്ളിൽ പ്രകാശം നിറയുമ്പോൾ ആ പ്രകാശത്തിൽ നമുക്ക് ആ സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു ഉണ്ണിയായിട്ട് നമ്മുടെ ഉള്ളിൽ നിറയും. അതാണ് ആ ഉണ്ണിയെ നമുക്കെടുത്ത് താലോലിക്കാനും ആ ഉണ്ണിയുടെ അടുത്തേക്ക് എത്തുക. അത് കഴിഞ്ഞാൽ ആ ഭഗവാന്റെ ബാലലീലകളൊക്കെ അനുഭവിക്കാൻ ചിങ്ങമാസം തെളിഞ്ഞ് നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചേരും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളിലുള്ള അജ്ഞാനത്തിൻ്റെ ഇരുട്ട്, നമ്മുടെ ഉള്ളിലുള്ള പല വിധത്തിലുള്ള കാമക്രോധാദികളൊക്കെ ഉണ്ട് നമ്മുടെ ഉള്ളിൽ. നമ്മളറിയാണ്ട് പോലും നമുക്ക് തോന്നുന്നില്ല നമ്മുടെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത്. പക്ഷെ നമുക്ക് പൂവച്ചു അപ്പം നമ്മുടെ ഉള്ളിൽ നമുക്ക് അറിയണില്ല. നമുക്ക് ഓരോ തവണ വരുമ്പോഴാണ് അറിയണേ. ഓരോ അനുഭവങ്ങൾ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ കാമങ്ങളും ക്രോധങ്ങളൊന്നും ശരിക്കും അത് നമ്മൾ ഗൃഹത്തോട് കൂടുതൽ അടുത്തിരിക്കുമ്പോഴാണ് നമുക്കത് കൂടുതൽ, അതായത് ഭഗവാന്റെ തണലിലിരിക്കണോണ്ടാണ് നമുക്ക് ചിലപ്പോഴൊന്നും അത് അനുഭവമാവാത്തത്. നമ്മുടെ കാമക്രോധാദികളൊക്കെ അടങ്ങി നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഈശ്വരൻ്റെ സാമീപ്യം നമുക്കുള്ളത് കൊണ്ടാണ്. നമ്മൾ നാമം ജപിച്ച് അങ്ങനെ ഇരിക്കണോണ്ട്. അതേസമയം ഭഗവാനെ വിട്ട് കുറച്ച് സമയം ആ ഗൃഹത്തിൻ്റെ ആ ഗൃഹാന്തകൂപത്തിൽ വട്ടം തിരിഞ്ഞ് നോക്കൂ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പൊന്തി വരണത് കാണാം. ശരിക്കും അനുഭവം കൊണ്ട് പറയുകയാണ്. നമുക്ക് പെട്ടെന്ന് ദേഷ്യം. അപ്പോൾ ഇതൊന്നും നമ്മുടെ ഉള്ളിൽ നിന്ന് പോയിട്ടില്ല. എന്തുകൊണ്ടാണ് അതൊക്കെ അടങ്ങി നിൽക്കുകയാണ്? കാരണം അതിനെയൊക്കെ അടക്കാനുള്ള ഒരാൾ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ ഭഗവാൻ പല ഭാവത്തിൽ നമ്മുടെ അടുത്ത് വന്ന് നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ നാമം ജപിച്ച് ഭാഗവതം വായിച്ച് രാമായണം വായിച്ചൊക്കെ ഇരിക്കുമ്പോൾ നമുക്കത് മനസ്സിലായെന്ന് വരില്ല. പക്ഷേ എപ്പോഴെങ്കിലും ആ നല്ല ചൂട് അനുഭവിക്കുമ്പോൾ AC-യുടെ ഉള്ളിലിരിക്കുന്ന ഒരാൾക്ക് ചൂടില്ലായല്ലേ, ചൂടുണ്ട്. ആ ചൂടിനെ അനുഭവിക്കാൻ കഴിയാത്തത് അതിന് പുറത്തൊക്കെ അങ്ങോട്ട് കിടന്നാൽ നമുക്ക് അനുഭവമാവില്ലേ. അതുപോലെ ഈ ഭഗവാനെ വിട്ടൊരല്പം നമ്മൾ മാറി നിൽക്കുമ്പോഴേക്കും നമുക്ക് വരാറുണ്ട് ഓരോന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഭഗവാനിൽ നിന്ന് അകലെ. അപ്പോൾ അതെന്താ അകലണമെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഭഗവാൻ എപ്പോഴും നമ്മുടെ കൂടെയാണ്. ഭഗവാൻ സദാ നമ്മുടെ ഉള്ളിൽ, എല്ലാവർക്കും ഉള്ളിൽ ആത്മാവായിട്ടിരിക്കുന്ന ഭഗവാൻ എപ്പോഴും നമ്മളെ വിട്ടു പോകണില്ല. അതുകൊണ്ടാണ് ഇടയ്ക്കൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, ദേഷ്യമൊക്കെ വന്നു ചിലൊന്ന് നിയന്ത്രിക്കാനെങ്കിലും
പറ്റണത് ഈ ഭാഗവതം രാമായണമൊക്കെ പണ്ടത്തെക്കാളൊരു നിയന്ത്രണമൊക്കെ ഉണ്ട് എന്ന് തോന്നാൻ കാരണം എന്താ, ഭഗവാൻ നമ്മളെ വിട്ടു പോകണില്ലേ, പക്ഷെ ഭഗവാനെ വിട്ടിട്ട് നമ്മൾ അകന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമുക്കത് അനുഭവമായിട്ട് തീരണം. അപ്പം ഇതൊക്കെ ഇല്ലാണ്ടാവണ വരെ ഭഗവാനെ ആശ്രയിച്ച് ഇതൊക്കെ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഭഗവാനെ നമുക്ക് വിടാനായിട്ട് പറ്റില്ല. അതാണ് എങ്ങനെ ഭഗവാനെ വിട്ടുപോകും. ഉദ്ധവർ ആ ഭഗവാന്റെ കൂടെ നടന്ന് പറഞ്ഞ ഒരു നിമിഷം ക്ഷണാർദ്ധം പോലും എനിക്ക് ഭഗവാനെ അങ്ങേ പിരിഞ്ഞിരിക്കാൻ സാധിക്കണില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറയണു, ഈ ഭൗതികമായിട്ട് കാണുന്ന ഈ ശരീരമല്ലല്ലോ ഞാൻ, എല്ലാവരുടെ ഉള്ളിലും ആത്മാവായിട്ട് ഇരിക്കണതല്ലേ, അത് ബോധ്യമാവണ വരെ നമുക്ക് ആ പിരിവ് തോന്നും. ഈശ്വരനെ വിട്ട് പിരിഞ്ഞു, ഈശ്വരനെ വിട്ട്, അത് ബോധ്യമാവണ വരെ നമുക്ക് തോന്നുകയാണ് ചെയ്യുക. അത് ബോധ്യമായി കഴിഞ്ഞാലാണ്. അപ്പം അതുകൊണ്ട് അത് ബോധ്യമാവണമെങ്കിൽ എന്ത് വേണം, 112 വർഷം വരെ ആ ഭഗവാന്റെ കൂടെ നടന്ന് ഭഗവാനെ പരിചരിച്ച് ഭഗവാൻ ധരിച്ചിട്ടുള്ള, അതായത് ഇന്ന് ഭഗവാൻ ധരിച്ച് മാറിയിടുന്ന നിർമാല്യ വസ്ത്രങ്ങൾ, ആ മഞ്ഞപ്പട്ടും മയിൽപ്പീലിയും അതുപോലെ ആ പൂമാലകളൊക്കെ അണിഞ്ഞ് ആ ഭഗവാനെ പോലെ തന്നെ വേഷം കെട്ടി ഭഗവാന്റെ കൂടെ ഭഗവാനോടൊപ്പം നടന്നതാണ് ഉദ്ധവർ. 112 വർഷം കൂടെ നടന്നു. ആ ഉദ്ധവരോട് പോലും പറയണു, പൂർണ്ണമായിട്ടും ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ബദരിയിൽ പോയിട്ട് തപസ് ചെയ്യൂ എന്ന് പറയുന്നു. ഇത്രയും കൂടെ ഭഗവാന്റെ കൂടെ ഉണ്ടായിട്ടും പറഞ്ഞു മുഴുവനായിട്ടില്ല. അപ്പം നമ്മുടെയൊക്കെ ഒരു കാര്യം, അല്ലെങ്കിൽ ഇത്തിരി വെള്ളം അവിടെ കൊണ്ടുവന്ന് വയ്ക്കണേ. അപ്പം നമ്മുടെയൊക്കെ കാര്യം എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ഒരിക്കലും വിട്ടുപോവാതെ കണ്ട് ആ ഭഗവാനോട് ചേർന്നിരിക്കാൻ, അതിന് വേണ്ടിയിട്ടാണ് ഓരോ ആചാരങ്ങളിലൂടെ അങ്ങനെ ഭഗവാൻ നമ്മളെ ഓരോന്നും അങ്ങനെ അടുപ്പിച്ചിരിക്കണത്. അപ്പോൾ ഇത്തവണത്തെ ആ രാമായണം നമ്മൾ ഇന്ന് ആരംഭിക്കണു. യാതൊരു മുടക്കമില്ലാതെ കണ്ട് പരിപൂർണമായിട്ട് സമർപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഏതെങ്കിലും ഒരു ദിവസം, കഴിയണ ദിവസം ഒന്നും കണക്കാക്കണ്ട, ഏതെങ്കിലും ഒരു ദിവസം, ഒരു ഞായറാഴ്ച നമുക്ക് ഒരു ദിവസം നമുക്ക് സമ്പൂർണമായിട്ട് രാമായണം വായിക്കണം എന്നൊരു മോഹമുണ്ട്. കഴിഞ്ഞ തവണ വായിക്കാനായിട്ട് മുന്നിലായിട്ട് അതിന് ഒരു പ്രേരണ തന്നത് ചേച്ചിയാണ്. അപ്പോൾ ചേച്ചിയാണ് പറഞ്ഞത് വായിക്കാമെന്ന്. അപ്പോൾ അത് പറഞ്ഞ സമയത്ത് ഇതെടുത്തോളൂ തൽക്കാലം. അപ്പം അത് പറഞ്ഞ ആ ഒരു സമയത്ത് നമുക്കൊക്കെ ഇതാണെന്ന് വായിച്ച് തീരുമോ എന്നൊക്കെയായിരുന്നു. ഇത്തിരി ബുദ്ധിമുട്ടിയിട്ടായാലും വായിച്ച് തീർത്തപ്പോൾ നമുക്കതൊരു മനോഹരമായ അനുഭവമായി. അപ്പോൾ ഇത്തവണ നമുക്കത് കൂടുതൽ ഒരു ഇഷ്ടത്തോടു കൂടി വായിക്കാനും ഒരു സംഗതി സമർപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് പാരായണം തുടങ്ങാം. കഴിഞ്ഞ തവണ മടക്കി വെച്ച രാമായണമൊക്കെ ഇപ്പോഴാവും തുറക്കുണ്ടാവുക. അപ്പം അതിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു കടലാസ് തന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണ. അതൊക്കെ ആരുടെങ്കിലൊക്കെ കയ്യിലുണ്ടോയെന്ന് നിശ്ചയമില്ല. അപ്പം നമുക്കത് അതിൻ്റെ സ്തുതികളാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ആ പുസ്തകമാണ് അല്ലേ, ഇത് ഇവിടുന്ന് കൊണ്ടുപോയതല്ലേ. തുടങ്ങല്ലേ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഹരേ രാമ 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 ഹരേ ഹരേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ജാനകി ജീവനസ്മരണം. ജയ ജയ രാമ രാമ. ജാനകി ജീവനസ്മരണം. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം.
ഗജാനനം ഭൂതഗണാതിസേവിതം കവിദ്ദജംബൂഫലസാരഭക്ഷിണം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഗംഗണപതയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസന്തകം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ജാനകീ ജീവനസ്മരണം ഹര നമ പാർവതീപതയേ ഹര ഹര മഹാദേവ. ശ്രീഹരയേ നമ. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് നമ്മുടെ പാരായണം ആരംഭിക്കാം. ആരെങ്കിലും കയ്യിൽ പുസ്തകം ഇല്ലാത്തവരുണ്ടെങ്കിൽ ഒരു പുസ്തകം ഇവിടെ ഇരിക്കേണ്ട എടുത്തോളൂ, കയ്യിൽ വെച്ചോളൂ. അധ്യാത്മരാമായണം കിളിപ്പാട്ട് ബാലകാണ്ഡാണ് വായിക്കുന്നത്. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്തുതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരാബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാൻ ആവോളം വന്നിക്കുന്നേ. വാണിയിടുക നാരദമെന്നുടനാവുതന്മേൽ വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേ മുതാ നാവിന്മേൽ നടനം ചെയ്യണങ്കാനനേ യഥാ കാനനേ ദിഗംബരൻ. വാരിജോത്ഭവാമുഖ വാരിജവാസേ ബാലേ വാരിധീ തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതീ പദാവലി തോന്നേണം താലേ കാലേ
പാരാതെ സലക്ഷണം മേൽമേൽ മംഗളാശീലേ വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം. വിഷ്ണുചോദ്ഭവ ശുദ്ധ നന്ദനാപുത്രൻ വ്യാസൻ വിഷ്ണുതാൻ തന്നെ വന്നു പിറന്ന തപോധനൻ. വിഷ്ണുതന്മായ ഗുണചരിത്രങ്ങളെല്ലാം കണ്ട കൃഷ്ണനാം പുരാണ കർത്താവിനെ വണങ്ങുന്നേൻ. നാൻമറ നേരായ രാമായണം ചമയ്ക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകി വിശ്രേഷ്ഠനാകിയ മഹാമുനി തന്മമാവരം തരീകെപ്പോഴും വന്ദിക്കുന്നേൻ. രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനൻ ഉമാവല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസ്സി വാണിടുവാൻ വന്ദിക്കുന്നേൻ. വാരിജോത്ഭവാനാദികയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാരിജാശരാദി പ്രാണനാഥയും മമ വാരിജാമകളായ ദേവിയും തുണയ്ക്കേണം. കാരണഭൂതന്മാരം ബ്രാഹ്മണരുടെ ചരണാംബുജലീനപാം സുസഞ്ജയം മമ. കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാംബുജലീനപാം സുസഞ്ജയം മമ. ചേതോദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്തു ശോധന വരുത്തിയിടുവാൻ ആവോളം വന്ദിക്കുന്നേൻ. ശോധന വരുത്തിയിടുവാൻ ആവോളം വന്ദിക്കുന്നേൻ. ജാനകീ ജീവനസ്മരണം. ഇവിടെ വായിക്കുന്നത് ശ്രദ്ധിച്ചിട്ട് വായിക്കണേ. കാരണഭൂതന്മാരം ബ്രാഹ്മണരുടെ ചരണാംബുജലീനപാംസു സഞ്ജയം മമ. ചേതോദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്തു ശോധന വരുത്തിയിടുവാൻ ആവോളം വന്ദിക്കുന്നേൻ. എല്ലാത്തിനും കാരണമായിട്ടുള്ള എല്ലാവരുടെയും പാദങ്ങളിൽ വീണ് നമസ്കരിക്കുകയാണ്. ബ്രാഹ്മണര് എന്ന് പറഞ്ഞാൽ ഒരു ബ്രാഹ്മണ കുലം അല്ല ഉദ്ദേശിക്കുന്നത്. ആ ബ്രഹ്മത്തെ അറിഞ്ഞ് ആ ബ്രഹ്മത്തിലേക്ക് ചരിക്കുന്ന എല്ലാവരും ബ്രാഹ്മണരാണ്. അങ്ങനെയുള്ള ആ ബ്രാഹ്മണരുടെ പാദത്തിൽ വീണ് നമസ്കരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ആ മനസ്സാകുന്ന ആ കണ്ണാടി അല്ലേ, അതിലാണ് ആ മാലിന്യമെല്ലാം തീർന്നിട്ട് ആ കണ്ണാടി പൂർവാധികം തെളിയുമ്പോഴാണ് ആ ഉള്ളിൽ ഇരിക്കുന്ന ഈശ്വരനെ തെളിഞ്ഞു കാണാൻ സാധിക്കുക. അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മളിതാ നമസ്കരിക്കണു എന്ന് പറയുകയാണ് അവിടെ. ജാനകീ ജീവനസ്മരണം. ആധാരം നാനാജഗന്മയനം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താനരുൾ ചെയ്തു. വേദത്തിനാധാരഭൂതന്മാരായി കാണാനൊരു ഭൂദേവപ്രവരന്മാർ തദ്വാരശാപാദികൾ ധാതു ശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം. വേദജ്ഞോതമന്മാർ മാഹാത്മ്യങ്ങളാർക്കു ചൊല്ലാം. പാദസേവകനായ ഭക്തനം ദാസൻ ബ്രഹ്മപാദ ജനജ്ഞാനിനാം ആദ്യനായുള്ളോരു ഞാൻ. വേദസമ്മതമായി മുൻപുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിയിടുന്നേൻ. വേദാന്താദി വിദ്യകളെല്ലാം ചേതസീ തെളിഞ്ഞുണർന്നവോളം തുണയ്ക്കേണം. രാമായണം സംസ്കൃതത്തിലുള്ള അങ്ങനെയുള്ള ഭാഷകളിലൊക്കെയാണ് രാമായണം എഴുതിക്കുന്നത്. സാധാരണക്കാരായിട്ടുള്ളവർക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ രാമായണം വായിച്ച് അതിൻ്റെ മഹത്വം അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അല്ലേ, നമുക്ക് ഒരു മഹത്വം എല്ലാവർക്കും അത് മനസ്സിലാവണം, എല്ലാവരും അതിനെ ഉൾക്കൊള്ളണം, എല്ലാവർക്കും അനുഭവമാവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം ആ നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ട് പറയുകയാണ്. അപ്പോൾ അതിൽ പറയുന്ന വേദാന്ത വിദ്യകളൊക്കെ മനസ്സിലുള്ളന്ന് എന്നെ ഇത് എഴുതാൻ തുണയ്ക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ അതാണ്. ഇത് പാരായണം ചെയ്യുമ്പോൾ
ഇതിൽ പറയുമ്പോൾ ഇതെല്ലാം ഇതിലടങ്ങിയിട്ടുണ്ടെന്ന് അർത്ഥം ഈ രാമായണത്തിൽ. അപ്പോൾ അതെല്ലാം നമ്മളുടെ ഉള്ളിലും തെളിഞ്ഞ് ഉണർന്ന് വരാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഓരോ പ്രാർത്ഥനയും നമ്മുടെ പ്രാർത്ഥനയാണ്, ഓരോന്നും നമ്മുടെ പ്രാർത്ഥനയാണ്, വേറെ നമ്മളാണ് പ്രാർത്ഥിക്കുന്നത്. അതായത് ഇതിൽ ഇപ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്, എഴുത്തച്ഛനുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ തന്നെ പ്രാർത്ഥനയായിട്ട് നമ്മൾ സ്വീകരിച്ചിട്ട് സുരസംഹതീപതി തതനു സ്വാഹാപതി വരദൻ പിതൃപതി നിരതി ജയാപതി തരസാ സദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതി തനയൻ ഗണപതി സുരവാഹിനീപതി പ്രഥമാഭൂതപതി ശ്രുതിവാക്യാത്മാ ദിനപതി ഖേടാനാം പതി ജഗതി ചരാചരജാതികളായുള്ളോരും അഗതിയായോരടിയൻ അനുഗ്രഹിക്കണം. അകമേ സുഖമേ ഞാൻ അനിശം വന്ദിക്കുന്നേൻ. അഗ്രജന്മമ സദം വിദുഷാത്മഗ്രസേ അഗ്രേസരൻ മദ്ഗുരുനാഥൻ മദ്ഗുരുനാഥനേകാന്തേവാസികളോടും ഉൾക്കുരുന്നിങ്കൽ വാഴ്കാരാമനാം ആചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളവരും ജാനകി ജീവനസ്മരണം. രാമ രാമ. അടുത്തത് രാമായണത്തിൻ്റെ മാഹാത്മ്യത്തെയാണ് പറയണത്. ശ്രീരാമായണം പുരാവിരിഞ്ചാവിരചിതം 100 കോടി ഗ്രന്ഥമുണ്ടില്ലതോ ഭൂമി തന്നിൽ. രാമനാമത്തെ ജപിച്ചോരു കാട്ടാളം മുന്നം മാമുനിപ്രവരനായി വന്നതു കണ്ടു ദാദാ. ഭൂമിയിലുള്ള ജന്തുക്കൾക്കു മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായണം ചമയ്ക്കെന്നരുൾ ചെയ്തു. അതെന്താ പറയണെന്ന് വെച്ചാൽ ഒരുമിച്ച് വായിക്കൂ. 100 കോടി അനേകം ഗ്രന്ഥങ്ങളുണ്ടെങ്കിലും ആ രാമനാമത്തെ ജപിച്ചിട്ട് ഒരു കാട്ടാളനായിട്ടുള്ള കാട്ടാളൻ മാമുനിയായിട്ട് തീർന്നു. അപ്പോൾ രാമനാമത്തിൻ്റെ മഹത്വം അല്ലേ, ആ രാമനാമം ജപിക്കും. നമ്മളോടൊക്കെ പറയുകയാണ്, അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് ബുദ്ധിമുട്ടാണ്, ദുരിതമാണ്. അപ്പോൾ അവർ വന്നിട്ട് പറയാം, എനിക്ക് എപ്പോഴും കഷ്ടകാലമാണ്, എനിക്ക് എപ്പോഴും ദുരിതമാണ്, എൻ്റെ ദുരിതങ്ങളൊന്നും നീങ്ങളില്ല എന്ന് പറയുമ്പോൾ അവരോട് നമ്മൾ പറയണം രാമനാമം ജപിച്ചോളൂ കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ആ രാമനാമം ജപിച്ചോളണമെന്നില്ല. അതുകൊണ്ട് എന്ത് ബലം ഉണ്ടാവാനോ, രാമനാമം ജപിച്ചുകൊണ്ട് ഫലം ഉണ്ടാവുമോ എന്നൊരു സംശയമായിരിക്കും. അപ്പോൾ രാമൻ്റെ മഹത്വത്തെ മുഴുവനും പറഞ്ഞ് ആ നാമത്തിൻ്റെ മഹത്വത്തെ അറിഞ്ഞു കഴിയുമ്പോൾ, ആ മഹത്വം അറിയുമ്പോൾ നമ്മൾ അറിയാണ്ട് നമ്മളുടെ ഉള്ളിൽ നിന്ന് ആ ജപം വരും. അങ്ങനെ അതുകൊണ്ടാണ് ആ രാമനാമത്തെ ഒന്നും അറിയാത്ത കാട്ടാളൻ അല്ലേ, അത് വഴിയേ ആ കഥകൾ പറയുന്നുണ്ട്. ഒന്നും അറിയില്ല. രാമമന്ത്രം എന്ന് വെച്ചാൽ താരകമന്ത്രമാണ്. അതിന് അത്രയും പവറുണ്ട്. രാമ എന്ന് ഉച്ചരിക്കാനുള്ള ഒരു കാരണം രാമമന്ത്രത്തിൻ്റെ ശക്തി ഉണ്ടല്ലോ. രാമമന്ത്രം എന്ന് ഉച്ചരിക്കുമ്പോൾ അത്രയും ശക്തിയാണ്. ആ ശക്തിയെ അനേകം രാമമന്ത്രം ഉച്ചരിക്കുമ്പോൾ ആ രാമമന്ത്രത്തിൻ്റെ ശക്തി നേരിടാനുള്ള കരുത്ത് പോലും ആ കാട്ടാനല്ലേ, അത്രയും ദുരിതമായിരുന്നു. അപ്പോൾ പക്ഷേ എങ്ങനെയായാലും ആ അക്ഷരം ഏത് വിധത്തിൽ പറഞ്ഞാലും അതിന് ഫലമാണ്. അപ്പോൾ അത് തിരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് മര എന്നുള്ള അക്ഷരം. അപ്പോൾ അങ്ങനെയായാലും അത് പറഞ്ഞ് ആ കരുത്ത് നേടി വരുമ്പോൾ സ്വയം തന്നെ രാമ 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 എന്നായിട്ട് തീരുകയാണ് ചെയ്യണത്. രാമമന്ത്രത്തിന് അത്രയും അപ്പം നമുക്കൊക്കെ രാമ എന്ന് പറയാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ എത്രയോ ജന്മാന്തരങ്ങൾ ചെയ്ത സുഹൃതം കൊണ്ടാണ് നമുക്കത് ജപിക്കാൻ പറ്റുന്നത്. അപ്പോൾ രാമനാമം ജപിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത്രയും മഹത്വമാണ്. അപ്പം അങ്ങനൊരു മുനിയായിട്ട് തീർന്നു രാമനാമം ജപിച്ചിട്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മഹത്വം എല്ലാവർക്കും അറിയണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ട് രാമായണം എഴുതൂ, രാമൻ്റെ കഥ എഴുതൂ എന്ന് പറയുകയാണ്. അതിന് ശേഷമാണ് ആരാ പറഞ്ഞ ബ്രഹ്മാവും അതുപോലെ നാരദരൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് എഴുതാനായിട്ട് തുടങ്ങിയത് എന്ന് പറയണം.
100 കോടി ഗ്രന്ഥമുണ്ടല്ലതു ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നം മാമുനി പ്രവേരനായി വന്നതു കണ്ടു ദാദാ ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥമിനി ശ്രീമഹാരാമായണം ചമയ്ക്കെന്നരുൾ ചെയ്തു വീണാപാണിയോപദേശിച്ചു രാമായണം വാണിയും വാൽമീകി തൻ നാവിന്മേൽ വാണിയിടിനാൾ. അത് പറഞ്ഞാട് മാത്രം കാര്യമില്ല, രാമായണം ഒപ്പം ഇവിടെ പറയണ ശ്രദ്ധിക്കൂ, അത് പതുക്കെ വായിച്ചാൽ മതി. അത് ഇപ്പം രാമായണം ചമയ്ക്കാൻ പറഞ്ഞു. ഇപ്പോൾ നമ്മളോട് പറയണം ഇങ്ങനെ എഴുതിക്കോളൂ, ഒരു ഇത് എഴുതൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാൻ സാധിച്ചോളണമെന്നില്ല അല്ലേ, നമുക്ക് പറ്റിക്കോളണമെന്നില്ല. ചിലപ്പോൾ അറിവുണ്ടാവും, നല്ല വിദ്യാഭ്യാസം ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷേ നമ്മളോട് ഇപ്പം എത്ര അറിവുള്ള ഒരാളോടും ഇങ്ങനെ ഒരു കാര്യം എഴുതൂ എന്ന് പറഞ്ഞാൽ അതൊരു പക്ഷേ എഴുതിക്കോളാം. ഒരു പാട്ട് എഴുതൂ എന്ന് പറയും. മലയാളം അറിയാത്തവരാരൊന്നുമില്ല ഇവിടെ. അക്ഷരങ്ങൾ അറിയ ഒരു പാട്ട് എഴുതുന്ന ഒരു പക്ഷേ പാട്ട് എഴുതാൻ സാധിച്ചോളണമെന്നില്ല നമുക്ക്. അതേസമയം ഒരു പാട്ട് എഴുതുമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത്രയ്ക്കൊന്നും അക്ഷരാഭ്യാസമൊന്നും ഉണ്ടാവില്ല. ഭഗവാനെ എനിക്ക് കൊതിയുണ്ട് കാരണം ഒരു പാട്ട് എഴുതാൻ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ആ വാണി ഭഗവതി നാവിന്മേലെ ഭഗവാൻ തന്നെയാണ് സരസ്വതി അല്ലെ. ജ്ഞാനസ്വരൂപിണി സരസ്വതി സുസ്മിതേ ഞാൻ വന്ദിച്ചിടുന്നു തവ പാദതലത്തിൽ നിത്യം എന്നും മുകുന്ദചരിതാമൃതമുച്ചരിപ്പാൻ എന്നാവിലെപ്പോഴും അതീശ്വരി വാണിടേണം. അപ്പോൾ ആ നാവിൽ ആ സരസ്വതി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക്, അപ്പോൾ നാവിൽ ആ സരസ്വതി ഉണ്ടാവണം. അപ്പോൾ ഇവിടെ ആ വാണി എല്ലാവരും ഉപദേശിച്ചത് മാത്രമല്ല, ആ വാണിയും വാൽമീകിയുടെ നാവിന്മേൽ വന്ന് വസിച്ചത് കൊണ്ട് എല്ലാ അനുഗ്രഹം കൊണ്ടുമാണ് ഈ രാമായണം എഴുതാൻ സാധിച്ചത് എന്ന് പറയുന്നു. അപ്പോൾ എന്നിട്ട് പറയുകയാണ് അതുപോലെ എങ്ങനെയാണോ ഈ ആ അനുഗ്രഹിച്ചത് അതുപോലെ എന്നെയും അനുഗ്രഹിക്കണേ. ഞാൻ അങ്ങനെ പറയണേ, എന്നെയും അനുഗ്രഹിക്കണേന്ന് ഇതാ ഇവിടെ എഴുത്തച്ഛൻ പറയണു. നമുക്കും അതന്നെയാണ് നമ്മുടെ ഉള്ളിൽ ഈശ്വരനാമം ജപിക്കാനും ഈശ്വര കഥകൾ പറയാനും നാവിൽ നല്ലത് പറയാൻ, നാവ് കൊണ്ട് നന്മ മാത്രം പറയാൻ, അതിനാണ് നാവ്, നല്ലത് പറയാനാണ് നാവ്. അപ്പോൾ ആ നല്ലത് നമ്മുടെ നാവിൽ വരണമെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവണം? ധാരാളം നാമം ജപിക്കണം. നാമം ജപിച്ച് വരുമ്പോൾ നമുക്ക് ചീത്തത്തങ്ങൾ പറയാൻ തോന്നില്ല, ഒരാളെ കുറ്റം പറയാനൊക്കെ. പക്ഷേ നമ്മൾ കൂടുതൽ ആ ഭഗവാനെ വിട്ട് ലൗകികത്തിലേക്ക് തിരിയുമ്പോൾ നമുക്ക് അതൊക്കെ പറയാൻ തോന്നുകയാണ് ചെയ്യുക. എത്ര നാമം ജപിച്ചോട്ടെ, 10 ദിവസം നമ്മൾ നാമം ജപിക്കാണ്ട് ലൗകികത്തിൽ വട്ടം തിരിഞ്ഞ് നിൽക്കുമ്പോൾ നമ്മളെ നാവ് വീണ്ടും, കാരണം അതിങ്ങനെ കാത്തിരിക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ. കാരണം ഒരാൾ പേടിക്കാനുണ്ട് വീട്ടിൽ, ഗൃഹനാഥൻ്റെ അച്ഛനെ പേടിച്ചിട്ട് കുട്ടികൾ കുറുമ്പ് കാണിക്കാണ്ടിരിക്കുക. അച്ഛൻ 2 ദിവസം എവിടെയെങ്കിലും മാറി നിന്ന് അവർ ആ കുറുമ്പ് ഇങ്ങനെ കാണിക്കണ പോലെയാണ്. ഇവരിങ്ങനെ തക്കം പാർത്തിരിക്കുകയാണ്. അപ്പം അത് ഇല്ലാണ്ടാവണം നമ്മുടെ ഉള്ളിൽ നിന്ന്, അതുവരെ ജപിക്കണം. അപ്പം നമ്മളോട് നാമം ജപിക്കാൻ പറയേണ്ടതാണ്, നാവിൽ നല്ലത് വരണം. ഇതാ ഇവിടെയും അതാണ് പ്രാർത്ഥിക്കണത്, നമുക്കും അതൊക്കെ തന്നെയാണ് പ്രാർത്ഥിക്കാനുള്ളത്. വാണിയിടുക വണ്ണമെന്നാവിന്മേലേവം ചൊൽവാൻ നാണമാകുന്നതു താനും അതിനെന്താവതിപ്പോൾ വേദശാസ്ത്രങ്ങൾക്കധികാരിയല്ലെന്നോർത്തു ചേതസീ സർവം ക്ഷമിച്ചിരുവിൻ കൃപയാലേ. അപ്പോൾ സ്വയം പറയാണ് ആ അറിവ്, വേദശാസ്ത്രങ്ങളൊന്നും പഠിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്? ഇതൊക്കെ വായിക്കുമ്പോൾ ആ രാമൻ്റെ മഹത്വം മനസ്സിലാക്കി, നാമത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് അത് എല്ലാവരിലേക്കും എത്തിക്കണം എന്നുള്ളൊരു കൊതിയോട് കൂടിയിട്ടാണ് വാൽമീകി ഇത് എഴുതണത്. അപ്പോൾ എഴുത്തച്ഛൻ ഇത് എഴുതണത്. അപ്പോൾ എഴുത്തച്ഛൻ പറയാണ്, ഞാൻ വേദശാസ്ത്രങ്ങളൊന്നും പഠിച്ചിട്ടില്ല, അതിന് അധികാരിയൊന്നുമല്ല, എങ്കിലും എനിക്കിതിന് കൊതിയുണ്ട്. അപ്പം അതുകൊണ്ട് അത് എന്തെങ്കിലും തെറ്റ് വന്നിട്ട് ക്ഷമിക്കണം, എന്നോട് എന്ത് തെറ്റുണ്ടെങ്കിലും ക്ഷമിക്കണം, അത് തെറ്റൊന്നും ഇല്ലാതെ കണ്ട് നേരാം വിധത്തിൽ വരാനായിട്ട് അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. അധ്യാത്മപ്രദീപമിതത്യന്തം രഹസ്യമിതധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്തിടും മധ്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്നിഗ്ധമീ ജന്മം കൊണ്ടേ. അപ്പോൾ പറയാണ് അത് അത്രയും ആണ് അധ്യാത്മരാമായണം വെച്ചാൽ ഒരൊറ്റ ജന്മം കൊണ്ട് സിദ്ധിക്കുന്ന പറയണത്. വേണ്ടതുപോലെ ഇതിനെ ഉൾക്കൊണ്ട് പാരായണം ചെയ്താൽ, കാരണം നമുക്ക് രാമായണം ഇപ്പോൾ നമ്മളിപ്പോൾ പറയണ്ട ഒരു ദിവസം കൊണ്ട് രാമായണം വായിച്ച് സമർപ്പിക്കണമെന്ന്.
അത് വായിച്ച് സമർപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദമുണ്ട്, അത് ശരിയാണ്. പക്ഷെ നമുക്കത് അറിഞ്ഞ് വായിക്കണത് എന്ന് വെച്ചാൽ അത് ഓരോന്നും വെറുതെ വായിക്കാണ്ട് ഇതിങ്ങനെ ശ്രദ്ധിച്ച് ഓരോന്നും ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം ഉണ്ടല്ലോ, അപ്പോൾ അറിവുണ്ടല്ലോ, ഉള്ളിലെ ഇരുട്ട് മായ. അതിന് വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഒരേ ഒരു എത്ര ജന്മജന്മാന്തരങ്ങളായിട്ട് എന്തൊക്കെ ദുഷ്കൃതം ചെയ്ത ആളായിക്കോട്ടെ, പലപ്പോഴും പറയേണ്ടതിൽ അവർക്കൊക്കെ ഒരേ ഒരു ജന്മം കൊണ്ട് ശരിക്കും മുക്തി സിദ്ധിക്കും എന്ന് അവിടെ പറയുന്നു. എങ്ങനെയാണ് മുക്തി സിദ്ധിക്കാൻ കാരണം? വെറുതെ രാമായണം വായിച്ചിട്ട് കാര്യമില്ല. എല്ലാവരും രാമായണം വായിക്കണ്ട, ഞാനും രാമായണം വായിക്കണം, അങ്ങനെയല്ല. എങ്ങനെയാ? ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊള്ളുവിൻ ചൊല്ലിയിടുവാൻ എത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം. അപ്പോൾ ഇവിടെ പറയണ ഓരോന്നും നമ്മൾ ഭക്തിയോടുകൂടി ശ്രദ്ധയോടുകൂടി നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുക. എത്രയോ തവണ നമ്മൾ വായിച്ച് വരുമ്പോഴാണ് ഒരു തവണ വായിക്കുമ്പോൾ പറയണ പോലെ ആവില്ല, അടുത്ത തവണ വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു വരിക. അതുപോലെ ആവില്ല അടുത്ത തവണ പറയുമ്പോൾ അടുത്ത തവണ വായിക്കുമ്പോൾ തെളിഞ്ഞു വരിക. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഓരോ പദാനുപദം ശ്രദ്ധയോട് കൂടിയിട്ടിരുന്ന് വായിക്കുകയാണ് വേണ്ടത്. ബുദ്ധിമത്തുക്കളായോരിക്കഥ കേൾക്കുന്നാകിൽ ബദ്ധരാകിലോ മുടൻ മുക്തരായി വന്നുകൂടും. ആ മഹത്വത്തിനെ പറയുകയാണ് ഇനിയുള്ളത്. ഓരോരുത്തരും എങ്ങനെയുള്ളവരാണ്, കേട്ടാൽ എന്താ ഉണ്ടാവുക എന്നുള്ളത്. ധാത്രീ ഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാതിദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തതു മൂലം. ദുഗ്ധാബ്ദി മധ്യേ ഭോഗി സത്തമനായിടുന്ന മെത്തമേൽ യോഗ നിദ്ര ചെയ്തിടും നാരായണൻ. ധാത്രിമണ്ഡലം തന്നിൽ മാത്താണ്ഡകുലത്തിങ്കൽ ധാത്രീന്ദ്രവീരൻ ദശരഥനു തനയനായി രാത്രിചാരികളായ രാവണാദികൾ തമ്മെ മാതാണ്ഡാത്മജാപുരം പ്രാപിപ്പിച്ചോരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യനാം സീതാപതി ശ്രീപദം വന്ദിക്കുന്നേൻ. ഭൂമിയിൽ സൂര്യവംശത്തിലെ മാർത്താണ്ഡകുലത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനാണ് അജ്ഞാനത്തിനെ ഇല്ലാണ്ടാക്കാൻ. സൂര്യൻ പ്രകാശിച്ചാൽ ഇരുട്ടില്ലാണ്ടായല്ലേ. അപ്പോൾ അവിടെ വന്നിട്ട് എന്താ ചെയ്തേക്കണേ? നമ്മൾ പറയുന്നത് രാവണാദികളെ വധിക്കുക. രാവണാദികളെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള ആസുരികമായിട്ടുള്ള ചിന്തകളും പ്രവർത്തികളും ഒക്കെയാണ്. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ആസുരിക ഭാവത്തെ ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യണത്. അപ്പം അങ്ങനെ എന്നിട്ട് ആ ജ്ഞാനപ്രകാശം ഉണ്ടാക്കുക ചെയ്യണത് രാമായണം. അപ്പം അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ശ്രീരാമൻ്റെയും സീതയുടെയും ഒരുമിച്ച് പത്നി സമേതനായിട്ടിരിക്കുന്ന ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ പാദത്തിലിതാ നമസ്കരിക്കണം. ജാനകീ ജീവനസ്മരണം. ഇനി പറയണത് മഹാദേവനും ഉമയും കൂടിയിട്ടുള്ള സംവാദം പോലെയാണ്. അത് എല്ലാ ഗ്രന്ഥങ്ങളിലും അങ്ങനെയാണ്. മഹാദേവനാണ് ഭഗവാന്റെ കഥകൾ പറയാൻ ഒരുപാട് ഇഷ്ടം. മഹാദേവനാണ്. വൈഷ്ണവാനാം യഥാ ശംഭു. മഹാദേവനാണ് ഏറ്റവും വൈഷ്ണവന്മാരിൽ പ്രമുഖൻ. വിഷ്ണു ഭക്തനിൽ ഞാൻ ശിവനാണ്. എൻ്റെ ഭക്തന്മാരിൽ വെച്ചിട്ട് ഞാൻ ശിവനാണെന്ന് ഭഗവാൻ തന്നെയാണ് ശിവൻ പറയും. അപ്പോൾ ആ ഉമയും മഹേശ്വരനും കൂടിയിട്ടുള്ള സംവാദ രൂപത്തിലാണ് പറയണത്. കൈലാസാചലേ സൂര്യകോടി ശോഭിത വിമലാലയേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ഠം ഫാലലോചനം മുനി സിദ്ധസേ ദേവാ ഹരേഷ് കുടിക്കാൻ ഫാലലോചനം മുനി സിദ്ധദേവാദിസേവ്യം നീലലോഹിതം നിജഭർത്താരം വിശ്വേശ്വരം വന്ദിച്ചു. വാമോത്സംഗേ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമാവതി ചോദിച്ചു ഭക്തിയോടെ, സർവാത്മാവായ നാഥ പരമേശ്വര പോറ്റി, സർവലോകാവാസ സർവേശ്വര മഹേശ്വര സർവശങ്കര ശരണാഗത ജനപ്രിയ സർവദേവേശ ജഗന്നായക കാരുണ്യാബ്ദേ അത്യന്തം രഹസ്യമാം വസ്തു എന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം
ഭക്തിവിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്കുപദേശം ചെയ്തിടുമെന്നു കേൾപ്പൂ. ആകയാൽ ഞാനുണ്ടൊന്നു നിന്തിരുവടി തന്നോടാകാംക്ഷ പരവശചേതസാ ചോദിക്കുന്നു. കാരുണ്യമെന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വമുപദേശിച്ചിടണം. അപ്പോൾ ആ ഭഗവാൻ ഒരു ദിവസം ആ മഹാദേവനിങ്ങനെ ഇരിക്കുമ്പോൾ മഹാദേവനെ നമസ്കരിച്ചുകൊണ്ട് ചോദിക്കണു. ഭഗവതി ചോദിക്കുകയാണ്, സർവാത്മാവായ നാഥ, എല്ലാവരുടെയും ഉള്ളിൽ ആത്മാവായിട്ടിരിക്കേണ്ടത് അങ്ങ് തന്നെയാണ്. പരമേശ്വര, എല്ലാവർക്കും പരമമായ ഈശ്വരന്മാരിൽ വെച്ച് ഈശ്വരനായിട്ടുള്ള അങ്ങ്, സർവ്വലോകങ്ങളിലും വസിക്കുന്ന ആ ഈശ്വരൻ. അപ്പം അങ്ങതാ ശരണാഗതന്മാർക്കെല്ലാം അനുഗ്രഹം നൽകണ ആളല്ലേ, അപ്പോൾ ആ കരുണാവാരിധിയല്ലേ. അപ്പം ഇങ്ങനെ എത്ര രഹസ്യമായിട്ടുള്ള കാര്യമാണെങ്കിലും ഭക്തി കൊണ്ട് ഭക്തന്മാർ ആ ഭക്തിയോട് കൂടിയിട്ട് ആ ഭക്തന്മാർ ആ ഭക്തിയിലുള്ള ഉറപ്പ് കാണുമ്പോൾ അവർക്ക് ഈശ്വര തത്വങ്ങളെ ഉപദേശിക്കുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്നോട് ഇത്തിരിയെങ്കിലും കാരുണ്യമുണ്ടെങ്കിൽ എനിക്ക് അത് കേൾക്കാനായിട്ടുള്ള ആ ഭഗവാന്റെ തത്വം കേൾക്കാനുള്ള ആ യോഗ്യത എനിക്കുണ്ടെങ്കിൽ ഭഗവാന് എനിക്ക് വേണ്ടിയിട്ട് ആ രാമതത്വത്തെ ഉപദേശിച്ചിടണം എന്ന് പറയണം. നമ്മളെല്ലാവരും ഇവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ട് അല്ലേ. അപ്പം ഭഗവാൻ നമ്മളെ കേൾപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു യോഗ്യത ഭഗവാൻ നമുക്ക് കൽപ്പിച്ച് നൽകിയിട്ടുണ്ട്. അത് നമ്മുടെ മഹത്വം കൊണ്ടൊന്നും ആവണമെന്നില്ല കേൾപ്പിച്ച് നൽകിയത്. ഭഗവാന്റെ കാരുണ്യം, അതാണ് പറയണത്. കാരുണ്യം ഉണ്ടെങ്കിൽ പറഞ്ഞു തരണേ, കാരുണ്യാബ്ദേ എന്ന് വിളിക്കണു. ആ കാരുണ്യം ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം. അതുകൊണ്ട് ചോദിക്കുക, അല്പമെങ്കിലും കാരുണ്യം. അപ്പോൾ ആ മഹാദേവന് ആ മുല്ലൂറിൽ തേവർക്ക് നമ്മളോടുള്ള കാരുണ്യമുണ്ട്. അപ്പോൾ ആ തേവരുടെ തിരുനടയിൽ വന്നിരുന്ന് നാമം ജപിക്കാൻ തുടങ്ങിയപ്പോൾ ആ ഭക്തി ശുശ്രൂഷാദികൾ കാണുമ്പോഴാണ് കാരുണ്യം എന്ന് പറഞ്ഞു. നമുക്കറിയില്ല എന്താണ് ഭക്തി എന്ന്. നാമം ജപിച്ചാൽ മതി എന്നുള്ളതാണെന്നാണ് നമുക്ക്. നാമം ജപിച്ചാൽ മതി, എങ്ങനെയാണ് ജപിക്കേണ്ടതെന്നൊന്നും നിശ്ചയില്ല എന്ന് വിചാരിച്ചിട്ടായാലും ഇവിടെ ഇരുന്ന് ജപിക്കുക, അതിന് കൊതി തോന്നുന്നുണ്ട്. ഇവിടെ വന്നിരുന്ന് ജപിക്കുന്നുണ്ട്, മനസ്സൊന്നും ഏകാഗ്രമായിട്ട് നിൽക്കണില്ല. അങ്ങോട്ട് പോകണ്ട ഇങ്ങോട്ട് പോകണം. എങ്കിലും ആ മുമ്പിൽ വന്നിരുന്ന് നാമം ജപിച്ചൂലോ എന്നുള്ള ആ ഒരു സന്തോഷം കൊണ്ട് നമ്മളോട് കാരുണ്യം തോന്നിയിട്ട് പറഞ്ഞു, എന്നാൽ രാമായണം കയ്യിലെടുത്തോളൂ, നാരായണീയം കയ്യിലെടുത്തോളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് തരികയാണ്. ആ കാരുണ്യം കൊണ്ട് തരുന്നതാണ്. നമ്മുടെ യോഗ്യത കൊണ്ടല്ല, കാരുണ്യം കൊണ്ട്. അപ്പം ആ കാരുണ്യം കൊണ്ട് ഒരാൾ നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിനെ വേണ്ടതുപോലെ അല്ലേ, ഒരാൾ ആ കാരുണ്യം കൊണ്ട് തരുമ്പോൾ അതിനെ വേണ്ടതുപോലെ ഉപയോഗിക്കണം അല്ലേ. ഇപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുന്ന ഒരാളെ കാണുമ്പോൾ അവരെ സഹായിച്ചേക്കാം, എന്തെങ്കിലും ദ്രവ്യം പൈസ കൊടുത്തു അവർക്ക് നന്നായി വരട്ടെ. ആ ദ്രവ്യം കൊണ്ട് അനാവശ്യമായിട്ട് ചിലവാക്കുക എന്ന് പറയുമ്പോൾ അത് എത്ര വലിയ നിന്ദയാണ്. അത് വേണ്ട വിധത്തിൽ ചിലവാക്കിയിട്ട് അതിനെ പഠിക്കാനായിട്ട് കൊടുത്തു, പഠിക്കാണ്ട് പോയി തോന്നിവാസത്തിൽ നടന്ന് ആകെ തലതിരിഞ്ഞ് നടന്നാൽ അത് എത്ര ദോഷമാണ്. അതേസമയം അതിനെ വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തി എന്ന് പറയുമ്പോൾ എത്ര അവരുടെയൊക്കെ നിഗ്രഹം നമുക്ക് ഉണ്ടാവും. അപ്പോൾ അതുപോലെ നമുക്കിങ്ങനെ കാരുണ്യം കൊണ്ട് നമുക്കിത് ഭഗവാൻ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ വേണ്ടതുപോലെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. അപ്പോൾ അത്രയും ഭക്തി ശ്രദ്ധയോടുകൂടി കേട്ടിട്ട് ഓരോന്നിൽ നിന്നും ഇത് ഭഗവാൻ എന്നോട് പറയാൻ, എനിക്ക് എന്തെങ്കിലും എന്നോട് പറയാനാണ്, എന്താണ് ഭഗവാൻ എന്നോട് പറയണ, എനിക്ക് ആയിട്ട് ഭഗവാൻ തരണതാണ്. അപ്പോൾ അത് ഓരോന്നും ശ്രദ്ധിക്കുക. നമുക്കായിട്ട് തരുന്നുണ്ട്. ഇന്നിപ്പോൾ ഞാനിവിടെ ഇരുന്ന് പറയണത് ഓരോരുത്തരിലേക്കും എത്തണത് ഓരോ ഭാവത്തിലെത്തുക. ഒരാൾക്ക് കിട്ടിയ പോലെ ആവണമെന്നില്ല മറ്റൊരാൾക്ക് കിട്ടണത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണോ കിട്ടണേ അത് നമ്മൾ ശ്രദ്ധയോടെ ഇരുന്നാലേ കിട്ടുള്ളൂ. അപ്പോൾ ഓരോ വാക്കുകളും നമ്മളുടെ ഉള്ളിലെത്തുമ്പോൾ നമ്മളതിനെ എങ്ങനെ സ്വീകരിക്കണോ എന്നുള്ളതനുസരിച്ചിട്ടാണ്. അതിപ്പോൾ നിങ്ങളുടെ മാത്രമല്ല അവിടെ ഇരുന്ന് പറയണത്, എൻ്റെ ഉള്ളിലിരുന്ന് പറയണതും ഗുരുവായൂരപ്പനാണ്. കാരണം ഇവിടെ വന്നിരിക്കുമ്പോൾ ഇന്നത് പറയണം, ഇന്നത് അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് വന്നിരിക്കണില്ല, ഇത് വായിക്കാം എന്ന്. അപ്പോൾ വായിക്കുമ്പോൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ, ആ പറയണത് മുഴുവൻ ഗുരുവായൂരപ്പനാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല എനിക്കും വേണ്ടിയിട്ട് തന്നെയാണ് അത് പറയണത്. അപ്പോൾ ഞാനും അതേ ശ്രദ്ധയോടുകൂടി ഇരിക്കണം, അല്ലെങ്കിൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ആ ശ്രദ്ധയോട് കൂടിയിട്ട്
ആ കാരുണ്യത്തെ അനുഭവിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പറയണു, കാരുണ്യ അത്യന്തം രഹസ്യമം വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തിവിശ്വാസ ശുശ്രൂഷാദികൾ കാണുന്തോറും ഭക്തന്മാർക്ക് ഉപദേശം ചെയ്തിടുമെന്നു കേൾപ്പൂ. ആകയാൽ ഞാനുണ്ടൊന്നു നിന്തിരുവടി തന്നോടാകാംക്ഷാപരവശ ചേതസാ ചോദിക്കുന്നു. കാരുണ്യം എന്നെക്കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വമുപദേശിച്ചിടണം. തത്വഭേദങ്ങൾ വിജ്ഞാനജ്ഞാന വൈരാഗ്യാദി ഭക്തി ലക്ഷണം സംഖ്യയോഗാദിഭേദങ്ങളും യോഗഭേദാദികളും ക്ഷേത്രോപാസനാഫലം യാഗാദി കർമ്മഫലം തീർത്ഥസ്നാനാദിഫലം ദാനധർമാദിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശയ ആശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതെ വണ്ണം നിന്തിരുവടി അരുൾ ചെയ്തതു കേട്ട മൂലം സന്തോഷമുണ്ടായി അകതാരിലേറ്റവും ഉണ്ടായി വന്നു. ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്ക മൂലം അന്ധത്വം തീർന്നുകൂടി ചേതസീജകൽപതേ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഉപദേശമായിട്ട്, ഇത് ആദ്യമായിട്ടല്ല. അപ്പോൾ ഇവർക്ക് സത്സംഗം തന്നെയാണ് എപ്പോഴും. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് എനിക്ക് സന്തോഷമായിട്ട് വന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഉള്ളിലുള്ള അജ്ഞാനമെല്ലാം നീങ്ങി. അതുകൊണ്ട് ഭഗവാനെ, ആ ശ്രീരാമൻ്റെ മഹാത്മ്യം അതുകൊണ്ടാണ് നമുക്ക് കേൾക്കാൻ ആഗ്രഹം ഉണ്ടായത്. അല്ലെങ്കിൽ ആഗ്രഹം ഉണ്ടാവില്ല അല്ലേ? എത്രയോ പേരുണ്ട്, അവർക്കൊന്നും ആഗ്രഹം ഉണ്ടാവണില്ല. ആഗ്രഹം തോന്നണമെങ്കിൽ അല്പമെങ്കിലും നമ്മുടെ ഉള്ളിൽ നിന്ന് ആ അന്ധത്വം നീങ്ങണം. അല്പമെങ്കിലും നീങ്ങിയിട്ടുണ്ടെങ്കിലാണ് നമുക്കത് വേണം എന്ന് തോന്നുക. ശ്രീരാമദേവൻ തൻ്റെ മാഹാത്മ്യം കൽപ്പാനുള്ളിൽ പരമാഗ്രഹമുണ്ടു ഞാനതിൻ പാത്രമെങ്കിൽ കാരുണ്യാമ്പുതേ കനിഞ്ഞരുളി ചെയ്തിടണം. ആരും നിന്തിരുവടി ഒഴിഞ്ഞിലിതു ചൊൽവാൻ ഈശ്വരീ കാത്യായനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോടീ വണ്ണം ചോദ്യം ചെയ്തതു കേട്ടു തെളിഞ്ഞു ദേവൻ ജഗദാദ്യൻ ഈശ്വരൻ മന്ദഹാസം പുണ്ടരുൾ ചെയ്തു. അപ്പോഴും പറയണത് കനിഞ്ഞ് എനിക്ക് കേൾക്കാൻ ഞാനതിന് അർഹതയാണെങ്കിൽ കാരുണ്യം ഉണ്ടാവണം, കനിവുണ്ടാവണം എന്നെല്ലാം പറഞ്ഞിട്ടാണ്. ആരാ ചോദിക്കുന്നത്? ഉമാദേവിയാണ് ചോദിക്കുന്നത്. അപ്പോൾ നോക്കൂ, നമുക്കൊക്കെ എത്ര കാരുണ്യം നമ്മളോട് ഭഗവാൻ ചെയ്തതെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അതാ ഭഗവാൻ പറയണു, ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതി ഭദ്രേ നിന്നോളമാർക്കുമില്ല ഭഗവത് ഭക്തിനാഥേ. ശ്രീരാമദേവതത്വം കേൾക്കണമെന്നു മനതാരിൽ ആകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം. മുന്നമെന്നോടിതാരും ചോദ്യം ചെയ്തില്ല, ഞാനും നിന്നാണേ കേൾപ്പിച്ചില്ല താരയും ജീവനാഥേ. അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മാ തത്വാർത്ഥാമറികയാൽ ആഗ്രഹമുണ്ടായതും ഭക്തി അതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്ക തന്നെ മൂലം ശ്രീരാമപാദാംബുജം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ. ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതി തൻ കാരണനേകൻ പരൻ പുരുഷോത്തമൻ ദേവൻ അനന്തൻ ആദിനാഥൻ ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മൻ ജഗതുത്ഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവൻ വിരിഞ്ച നാരായണ ശിവാത്മകൻ അദ്വയനാദ്യനജന്നവ്യയൻ ആത്മാരാമൻ തത്വാത്മാ സച്ചിന്മയൻ സകളാത്മാകൻ ഈശൻ മാനുഷനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മാനസം മായാതമാ സംവൃതമാകമൂലം. ശ്രീഹരേ നമ. പറയണു ആ ഭഗവാന്റെ മഹത്വമാണ് പറയണത്. ആ ഭഗവാന്റെ ആ മഹത്വങ്ങളെ മുഴുവനും പറയണു. ഈ ജഗത്തിനെല്ലാം സൃഷ്ടിസ്ഥിതി സംഹാര കാരണമായിട്ടുള്ള ഭഗവാൻ ആ ജനന മരണങ്ങളൊന്നും ഇല്ലാണ്ട് എല്ലാത്തിനും കാരണഭൂതനായിട്ടുള്ള ഭഗവാൻ കേവലം ഒരു മനുഷ്യനാണ് എന്ന് വിചാരിക്കേണ്ട അറിവില്ലായ്മ കൊണ്ടാണ്. അങ്ങനെ വിചാരിക്കുന്നവർ അജ്ഞാനി, അറിവില്ലാത്തത് കൊണ്ടാണ്. അപ്പം ഭഗവാന്റെ ആ അറിവില്ലായ്മ നീക്കാനാണ്, ആ മഹത്വം അറിയിക്കാനാണ് ഇവിടെ ആ രാമായണത്തിനെ
കേട്ടുകൊണ്ടിരിക്കണം നമ്മൾ. അപ്പം അത് മായ കൊണ്ടാണ് നമുക്കങ്ങനെ അറിവില്ലാണ്. അപ്പം മായ നീങ്ങണമെങ്കിൽ മായാനാഥനായിട്ടുള്ള ഭഗവാൻ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കണം. ഉള്ളിലുണ്ട്, പക്ഷേ ആ ഉള്ളിൽ പ്രകാശിച്ചാലേ മായ നീങ്ങുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഇതുപോലെ ഉള്ള കഥകളെ, രാമകഥകളെ നമ്മൾ കേൾക്കണത്. സീതാരാഘവമുൽസൂനു സംവാദം മോക്ഷസാധനം ചൊൽവാൻ നാഥേ, കേട്ടാലും തെളിഞ്ഞു നീ എങ്കിലോ മുന്നൻ ജഗന്നായകൻ രാമദേവൻ പങ്കജാവിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ഠകനായ ഭക്തികണ്ഠനെ കൊന്നു. ദേവിയു മനോജനും വാനരപ്പടയുമായി സത്വരാമയോധ്യ പുക്കഭിഷേകവും ചെയ്തു. സത്വമാത്രാത്മാ സകലേശൻ അവ്യയനാഥൻ മിത്രപുത്രാദികളാം മിത്രവർഗത്താലും അത്യുത്തമന്മാരാം സഹോദര വീരന്മാരാലും ഗിഗസാത്മാജാസുതനം വിഭീഷണനാലും ലോകേശാത്മജനായ വസിഷ്ഠാദികളാലും സേവ്യനായി സൂര്യകോടി തുല്യതേജസ ജഗത് ശ്രവ്യമാം ജരീതവും കേട്ട് ആനന്ദിച്ചു. നിർമ്മലാമണീല സത്കാഞ്ചന സിംഹാസനെ തന്മായാദേവിയായ ജാനകിയോടും കൂടി സാനന്ദമിരുന്നരുളിയിടുന്ന നേരം പരമാനന്ദമൂർത്തി തിരുമുമ്പിലമ്മാറു ഭക്തിയാ വന്ദിച്ചു നിൽക്കുന്നൊരു ഭക്തനാം ജഗൽപ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തു കാരുണ്യമൂർത്തി മന്ദഹാസവും പൂണ്ടു സീതയോടരുൾ ചെയ്തു. സുന്ദരരൂപേ ഹനുമാനെ കണ്ടായല്ലീ, നിന്നിലും എന്നിലുമുണ്ടല്ല നീരവും ഇവൻ തന്നിലുള്ളിൽ അഭേദമായുള്ളൊരു ഭക്തിനാഥേ ധന്യേ സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിച്ചൊന്നിലും ഒരു നേരമാശയുമില്ലായല്ലോ. നിർമ്മലനാത്മജ്ഞാനത്തിനിവൻ പാത്രമത്രേ, നിർമ്മമൻ നിത്യബ്രഹ്മചാരികൾ തൻ മുമ്പനല്ലോ. കൽമഷനിവാനേതുമില്ലെന്നു ധരിച്ചാലും തന്മനോരഥത്തെ നീ നൽകണം മടിയാതെ. നമ്മുടെ തത്വമിവൻ അറിയിക്കണം ഇപ്പോൾ. ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ ബ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രമിവൻ. ബ്രഹ്മജ്ഞാനാതികളിലും ഉത്തമോത്തമനടോ. ശ്രീരാമദേവനരുളി ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചരുളി ചെയ്തു. ദേവി ജാനകി ജീവനസ്മരണം. ആഞ്ജനേയ സ്വാമിക്ക് ജയ്. ആദ്യമായിട്ട് രാമായണത്തിലൊരു കഥാപാത്രം കടന്നു വരണത്, രാമൻ്റെ സീതയുടെ അടുത്തേക്ക് വരുന്നത് ഹനുമാൻ സ്വാമിയാണ്. അപ്പോൾ ഹനുമാൻ സ്വാമിയെ പറ്റിയിട്ട് ഭഗവാൻ തന്നെ പറയണു. ഒരു നമുക്ക് ഭേദഭക്തി ഉണ്ടാവും അല്ലേ. അപ്പം നമ്മളിപ്പോൾ ഇവിടെ വരുമ്പോൾ ആ മഹാദേവനെ അവിടെ തൊഴാണ്ട് അങ്ങോട്ട് വന്ന് ചെയ്യോ? മഹാദേവനെ തൊഴുതില്ല, മഹാദേവൻ കോപിക്കുകയാവോ? മഹാദേവനെ തൊഴുത് അപ്പുറത്ത് ദേവിയെ തൊഴുതില്ലെങ്കിൽ ദേവി കോപിക്കുകയാവോ? മുല്ലൂരിൽ തേവരെ. അപ്പോൾ ഓരോ ദിക്കിലും നമ്മൾ നമുക്ക് എല്ലാം വേറെ 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 എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയല്ല, അഭേദമായിട്ടുള്ളൊരു ബുദ്ധിയാണ് ഉള്ളത്. രണ്ടും രണ്ടാന്നില്ല. സീതയും അത് ഒന്ന് തന്നെയാണ്, ഭേദബുദ്ധി ഇല്ല. രണ്ടുപേരെയും ഒരുപോലെ, രണ്ടും ഒന്നാണ്. രാമൻ തന്നെയാണ് സീത, സീത തന്നെയാണ് രാമൻ എന്നുള്ള ഉറപ്പോട് കൂടിയിട്ട് ഒന്നായിട്ട് കണ്ട്. കാരണം ആ പരിപൂർണ തമനാവുക സീതാരാമന്മാർ ഒന്നിക്കുമ്പോഴാണ്. ആ പരിപൂർണ തമനായിട്ടുള്ള ആ ബ്രഹ്മത്തിനെ അറിയണതാണ്. അപ്പം അങ്ങനെയുള്ള ആ അങ്ങനെയുള്ള ഭക്തിയാണുള്ളത്. പരമാത്മജ്ഞാനം ഉണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കാണ് ഉപദേശിക്കേണ്ടത്. ബ്രഹ്മം ഉപദേശിക്കാൻ ഈ ശ്രീരാമദേവൻ്റെ തത്വം ബ്രഹ്മോപദേശത്തിന് ഇതുപോലെ അധികം ആൾക്കാരില്ല, ദുർലഭം പേരിൽ ഒരാളാണ്. അപ്പോൾ പറയൂ എന്നതാ സീതയോട് പറയണു. അതനുസരിച്ചിട്ട് ഹനുമാന് ശ്രീരാമ തത്വോപദേശം ചെയ്യണം. വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ ശ്രീരാമപാദഭക്തപ്രവര. കേട്ടാലും നീ സച്ചിദാനന്ദമേഘമദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താമാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നു നിശ്ചയിച്ചാലും ഉള്ളിൽ ശ്രീരാമദേവനെ നീ നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം
ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമേ ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവദാ സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാ രാമദേവനെന്നറിഞ്ഞാലും എന്നുടെ തത്വമിനി ചൊല്ലിയിടാമുള്ളവണ്ണം നിന്നോട് ഞാൻ താൻ മൂലപ്രകൃതിയായതടോ എന്നുടെ പതിയായ പരമാത്മാവ് തൻ്റെ സന്നിധി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു. തൽസാന്നിധ്യം കൊണ്ട് എന്നാൽ സൃഷ്ടമായവയെല്ലാം തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്നു ബുധാജനം. തൽസ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്നു തൽസ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവൂ. ഭൂമിയിൽ ദിനാകര വംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷഭോജികളെ വധിപ്പാനായിക്കൊണ്ടു വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ കാലം ക്രുദ്ധയായെടുത്തോരു ദുഷ്ടയാം താടകയെ പദ്ധതി മധ്യേ കൊന്നു സത്വരം സിദ്ധാശ്രമം ബദ്ധമോദേന ബുക്കുയാഗരക്ഷയും ചെയ്തു. സിദ്ധസങ്കൽപ്പനായ കൗശിക മുനിയോടും മൈഥിലി രാജ്യത്തിനായി കൊണ്ടുപോന്ന നേരം ഗൗതമാപത്നിയായോരഹല്യാശാപം തീർത്തു പാദപങ്കജം തൊഴുതവളെ അനുഗ്രഹിച്ചാദരാപൂർവം മിഥിലാപുരമകം ബുക്കു 30 വൈദിയുടെ ശാപവും മുറിച്ചുടൻ മത്പാണിഗ്രഹണവും ചെയ്തു പോരുന്ന നേരം ഉൽപ്പുക്കൂതെടുത്തോരു ഭാർഗവരാമൻ തൻ്റെ ദർഭവും അടക്കി വൻപോട് അയോധ്യയും ബുക്കു. ദ്വാദശാസം വത്സരത്തിലിരുന്നു തുകത്തോടെ ദാതനു അഭിഷേകത്തിനായി ആരംഭിച്ചാനതു മാതാവു കൈകേയിയും മുടക്കിയതു മൂലം ഭ്രാതാവാകിയ സുമിത്രാത്മജനോടും കൂടി ത്രികൂടം പ്രാപിച്ചു വസിച്ച കാലം ദാതൻ വൃത്രാരിപുരം ബുക്ക വൃത്താന്തം കേട്ട ശേഷം ചിത്തശോകത്തോടു തകക്രിയാദികൾ ചെയ്തു. ഭക്തനാം ഭരതനെ അയച്ചു രാജ്യത്തിനായി ദണ്ഡകാരുണ്യം ബുക്കകാലത്തു വിരാതനെ ഖണ്ഡിച്ചു കുംഭോത്ഭവനാം അഗസ്ത്യനെ കണ്ടു. പണ്ഡിതന്മാരെല്ലാം മുനിമാരോട് സത്യം ചെയ്തു ദണ്ഡമെന്നിയെ രക്ഷോ വംശത്തെ ഒടുക്കുവാൻ പൊക്കിതു പഞ്ചവടി തത്ര വാണിയിടും കാലം പുഷ്കര പരവശയായി വന്നാളല്ലോ രക്ഷോ നായകനുടെ സോദരി ശൂർപ്പണക. ലക്ഷ്മണൻ അവളുടെ നാസികാച്ഛേദം ചെയ്തു. ഉന്നതനായ ആഘരൻ കോപിച്ചു യുദ്ധത്തിനായി വന്നിതു 14 സഹസ്രം പടയോടും കൊന്നിതു 3.25 നാഴിക കൊണ്ടു തന്നെ. പിന്നെ ശൂർപ്പണക പോയി രാവണനോട് ചൊന്നാൾ, മായാ പൊന്മാനായി വന്നൊരു മാരീചൻ തന്നെ സായകം പ്രയോഗിച്ചു സദ്ഗതി കൊടുത്തപ്പോൾ മായാസീതയെ കൊണ്ടു രാവണൻ പോയ ശേഷം മായാമാനുഷൻ ജടായുസ്സിന് മോക്ഷം നൽകി. രാക്ഷസവേഷം പൂണ്ടാകബന്ധം തന്നെ കൊന്നു മോക്ഷവും കൊടുത്തു. പോ ശബരി തന്നെ കണ്ടു മോക്ഷദാനവളുടെ പൂജയും കൈക്കൊണ്ടതാ മോക്ഷദാനവും ചെയ്തു. ബുക്കിതു പഞ്ചപമ്പാതീരം തത്ര കണ്ടിതു നിന്നെ. പിന്നെ നിന്നോടുകൂടി മിത്രനന്ദനായ സുഗ്രീവൻ തന്നെ കണ്ടു മിത്രമായിരിപ്പോരന്യോന്യം സഖ്യം ചെയ്തു. വൃത്രാരിപുത്രനായ ബാലിയെ വധം ചെയ്തു. സീതാന്വേഷണം ചെയ്തു. ദക്ഷിണാജലഗതിയിൽ സേതുബന്ധനം ചെയ്തു. ലങ്കാമർദ്ദനം. പിന്നെ ശേഷം പുത്രമിത്ര മാതൃഭൃത്താദികളോടും കൂടി യുദ്ധസന്നദ്ധനായ ശത്രുവാം ദശാസ്യനെ രത്രേണ വധം ചെയ്തു. രക്ഷിച്ചു ലോകത്രയം ഭക്തനാം വിഭീഷൺ അഭിഷേകവും ചെയ്തു. പാവകന്തൽ മറഞ്ഞിരുന്നോരെന്നെ പിന്നെ ഭാവനയെന്നു ലോകസമ്മതമാക്കിക്കൊണ്ടു പാവകനോടുകൂടി പുഷ്പഗംഗരയേറി ദേവകളോടും അനുവാദം ചെയ്തുകൊണ്ട് അയോധ്യയം രാജ്യത്തിന് അഭിഷേകം ചെയ്തു. ദേവാദികളാൽ പൂജനായിരുന്നരുളിനാൻ ജഗന്നാഥൻ ജാനകി ജീവനസ്മരണം ജയ ജയ. ഒറ്റ ശ്വാസത്തിൽ നമ്മളിപ്പോൾ വായിച്ചത് രാമായണ കഥ മുഴുവനായിട്ടാണ്. അപ്പോൾ പറയുകയാണ്, ആ രാമായണ കഥയെ ഒന്ന് ചുരുക്കിയിട്ട് സീതാദേവി ഹനുമാനോട് പറഞ്ഞു കൊടുക്കണം. അങ്ങനെയുള്ള ആ രാമൻ്റെ കഥയൊന്ന് പറഞ്ഞു കൊടുത്തതാണ് ഇപ്പോൾ ഒരു ശ്വാസത്തിൽ ഒന്ന് വേഗം വായിച്ചത്. കാരണം നമ്മൾ കഥ പറയണം, കാരണം ഇടയ്ക്ക് ഇങ്ങനെ വേഗം വായിച്ചില്ല വെച്ചാൽ നീങ്ങില്ല. അതുകൊണ്ടാണ് കഥ വേഗം വായിച്ചത്. ഇനി അത് വിസ്തരിച്ച് വരുന്നുണ്ടല്ലോ. യജനം നാരായണൻ ഭക്തനായുള്ളവർക്ക് സായുജ്യമം മോക്ഷത്തെ നൽകിയിടിനം നിരഞ്ജനൻ. ഏവമാദികളായ കർമ്മങ്ങൾ തൻ്റെ മായാദേവിയാം എന്നെ കൊണ്ടു ചെയ്യിപ്പിക്കുന്നു നൂനം.
രാമനാം ജഗദ്ഗുരു നിർഗുണൻ ജഗദാഭിരാമൻ അവ്യയൻ ഏകൻ ആനന്ദാത്മകൻ ആത്മാരാമൻ അദ്വയൻ പരൻ നിഷ്കളൻ വിദ്യുഭൃംഗാരാമൻ അച്യുതൻ വിഷ്ണു ഭഗവൻ നാരായണൻ ഗമിക്കുന്നതും പുനരിരിക്കുന്നതും കിഞ്ചിത് ഭ്രമിക്കുന്നതും യഥാ ദുഃഖിക്കുന്നതുമില്ല. അല്ലേ, നമ്മൾ പല ദിക്കിലേക്ക് പോയതായിട്ട് കണ്ടു, ഇരിക്കണത് കണ്ടു, സങ്കടപ്പെടുന്നത് കണ്ടു, എല്ലാം കണ്ടു. നമ്മൾ രാമായണത്തിൽ കാണണം അല്ലേ. നമ്മൾ രാമായണം ധാരാളം വായിക്കുമ്പോൾ അതൊക്കെ കാണാം. പക്ഷേ ഇതൊന്നുമില്ല. ഇതൊക്കെ മായ കൊണ്ട് വെറുതെ തോന്നിപ്പിക്കുന്നതാണ്. ഇതൊന്നുമില്ല. നിർവികാരാത്മാ തേജോമയനായി നിറഞ്ഞോരു നിർവൃതൻ ഒരു വസ്തു ചെയ്യുകയിൽ ഒരു നാളും നിർമ്മലൻ പരീണാമഹീനൻ ആനന്ദമൂർത്തി ചിന്മയൻ മായാമയൻ തന്നുടെ മായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നത് താനെന്ന് തോന്നിക്കുന്നു. ആ മായ കൊണ്ട് തോന്നിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അങ്ങനെ ആ മായാദേവി മായ കൊണ്ട് തോന്നിക്കുകയാണ്, അല്ലാണ്ട് ഭഗവാൻ ഇവിടെ ഒന്നും ചെയ്യണില്ല, ഒന്നുമില്ല. അതൊക്കെ മായ കൊണ്ട് തോന്നണതാണെന്ന് പറയണം. തൻ മായാഗുണങ്ങളെ താൻ അനുസരിക്കയാൽ അഞ്ജനതനയനോട് ഇങ്ങനെ സീതാദേവി കഞ്ചലോചനാദത്വം ഉപദേശിച്ച ശേഷം അഞ്ജസാ രാമദേവൻ മന്ദഹാസവും ചെയ്തു മഞ്ജുളവാച പുനരവനോടരുൾ ചെയ്തു. പരമാത്മാവാകുന്ന ബിംബത്തിങ്കൽ പ്രതിബിംബം പരിചിൽ കാണുന്നതു ജീവാത്മാവറികടോ. തേജോരൂപിണിയാകുമെന്നുടമായതങ്കൽ വ്യാജമെന്നിയെ നിഴലിക്കുന്നു കവിവരാം. ഓരോരോ ജലാശയെ കേവലം മഹാകാശം നേരെ നീ കാൺമീലയോ. കണ്ടാലും അതുപോലെ ആകാശത്തിൽ നിൽക്കുന്ന ആ ജലത്തിലെ ആകാശം ഒന്നേ ഉള്ളൂ. പക്ഷേ അവിടെ ചിലപ്പോൾ ആ സൂര്യനുണ്ടാവും. നമ്മൾ എത്ര കുടങ്ങളിൽ വെള്ളം വെച്ച് നോക്കിയാലും അതിലൊക്കെ ആകാശവും സൂര്യനൊക്കെ കാണും. പക്ഷേ അത് ഒന്നേ ഉള്ളൂ എന്നുള്ള പോലെ ഓരോരുത്തരുടെ ഉള്ളിലും ആത്മാവായിട്ടിരിക്കുന്നത് ഞാൻ തന്നെയാണ്. ആ ഞാൻ തന്നെയാണ് സർവ്വപ്രപഞ്ചത്തിലും അതായുള്ളത്. അപ്പോൾ അതിൻ്റെ ആ പ്രതിബിംബം മാത്രമാണെന്ന് പറയണം. തേജോരൂപിണിയാകുമെന്നുടമായതെങ്കിൽ വ്യാജമെന്നിയെ നിഴലിക്കുന്നു കബീവര. ഓരോരോ ജലാശയെ കേവലം മഹാകാശം നേരെ നീ കൺമീലയോ. കണ്ടാലും അതുപോലെ സാക്ഷാലുമുള്ളൊരു പരബ്രഹ്മമാം പരമാത്മാ സാക്ഷിയായുള്ള ബിംബം നിശ്ചല മധുസഖേ. സത്വമസ്യാദി മഹാവാക്യാത്യം കൊണ്ടു മമ തത്വത്തെ അറിഞ്ഞിടാം ആചാര്യ കാരുണ്യത്താൽ. മദ്ഭക്തനായുള്ളവനിപ്പതമറിയുമ്പോൾ മദ്ഭാവം പ്രാപിച്ചിടുമില്ല സംശയാമേതും. എന്നോട് ഭക്തിയുള്ള ആൾക്കാർ ഭക്തിയോട് കൂടിയിട്ട് പരമമായ ഭക്തിയോട് കൂടിയിട്ട് ഇത് കേൾക്കുകയാണെങ്കിൽ എന്നിൽ ലയിക്കാനായിട്ട് ഇടവരും എന്ന് പറയണു. മൽഭക്തി വിമുഖന്മാർ ശാസ്ത്രാർത്ഥങ്ങൾ തോറും സദ്ഭാവം കൊണ്ടു ചാടി വീണു മോഹിച്ചിടുന്നു. കുറേ ശാസ്ത്രങ്ങൾ പഠിച്ചത് കൊണ്ടോ അർത്ഥങ്ങൾ പഠിച്ചത് കൊണ്ടോ ഒന്നും കാര്യമില്ല. ഒരു കാര്യം ചെയ്തോളൂ, ഇവിടെ വായിക്കുന്ന കാര്യങ്ങൾ വീട്ടിൽ എന്നിട്ട് ഉറക്ക വായിച്ചോളൂ. ഇവിടെ ഇങ്ങനെ ഞാനിങ്ങനെ പറയണതിൻ്റെ ഇടയ്ക്ക് അവിടെ ഇരുന്ന് ഉറക്ക വായിക്കുമ്പോൾ ശരിയാവുള്ളൂ. ഇവിടെ ഇങ്ങനെ വായിക്കും. വീട്ടിൽ ചെന്നിട്ട് ഇന്ന് വായിച്ച ഭാഗം ഓരോരുത്തരും അവരുടെ വീട്ടിൽ പോയിരുന്ന് ഉറക്ക വായിക്കുക. അപ്പം ശരിയാവും. അതാവും തോന്നുന്നു നന്നാവുക. അല്ലെങ്കിൽ ഇവിടെ പറയുമ്പോൾ അവിടെ വായിക്കുക. അപ്പോൾ അത് അത്ര അങ്ങോട്ട് ഇവിടെ ഇരിക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നുക. വിഷമം തോന്നരുത് കേട്ടോ. അപ്പോൾ പറയണത് എന്താണെന്ന് വെച്ചാൽ ഭക്തി വിമുഖതയുള്ളവർക്ക് ശാസ്ത്രകർത്തങ്ങളും അറിവിൻ്റെ പാണ്ഡിത്യത്തിൻ്റെ പല ഘട്ടങ്ങളുണ്ടല്ലോ. അതിൻ്റെ ഉള്ളിൽ അത് മുഴുവൻ പഠിച്ചിരുന്നു എന്ന് വിചാരിച്ചാലും അതിങ്ങനെ പഠിച്ചിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈശ്വരൻ്റെ മഹത്വം അത് അനുഭവിക്കാൻ പറ്റില്ല. പരമമായ ഭക്തി കൊണ്ട് മാത്രമേ ഈശ്വരനെ അറിയാനും അനുഭവിക്കാനും പറ്റുള്ളൂ. മറ്റത് അറിവുണ്ടായി എന്ന് വരും. ഇങ്ങനെയാണ് നമുക്ക് അറിവുണ്ടാവും. നമ്മൾ പണ്ടൊരു കഥ എല്ലാ തവണയും രാമായണ കാലത്ത് ആ കഥ പറയാറുണ്ട് അല്ലേ. രാമൻ ആരാണ് ഈ രാമൻ എന്ന് ചോദിച്ച, അതായത് രാമായണത്തെ മുഴുവനും വ്യാഖ്യാനിച്ചെഴുതിയിട്ട് വ്യാഖ്യാനിച്ചെഴുതിയ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. വ്യാഖ്യാനിച്ചെഴുതിയ അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം കൊണ്ട് പലരും രാമായണത്തെ ഭക്തിപൂർവം ആ വ്യാഖ്യാനം എടുത്ത് വെച്ചിട്ടാണ് പറയണത്. മഹാത്മാഗാന്ധിയുടെ ഒരു
സുഹൃത്താണ്. എന്നിട്ട് മഹാത്മാഗാന്ധിക്ക് വയ്യാണ്ട് ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ഹേ റാം ജയറാം ജയ ജയറാം എപ്പോഴും നാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചോദിച്ചു, ഈ രാമൻ ആരാ? ഈ രാമൻ, ഞാൻ ഈ രാമായണം മുഴുവൻ കഴിഞ്ഞിട്ട് രാമനെ കണ്ടില്ല എന്ന് പറഞ്ഞു. രാമനെ കണ്ടില്ല, രാമനെ അനുഭവിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞത്, രാമനെ എനിക്ക് കാണിച്ചു തന്നത് എൻ്റെ ആയയാണ് എന്ന്. രാമനാമം ചൊല്ലൂ എന്ന് പറഞ്ഞാൽ ആയയുടെ വാക്കുകളിലൂടെയാണ് ഞാൻ രാമനാമം പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് ഒരിക്കൽ ഭാഷ പോലും അറിയാണ്ടിരിക്കുന്ന അദ്ദേഹം അതിൽ വ്യക്തമായിട്ട് ആ നാടിൻ്റെ പേരൊക്കെ പറയുന്നുണ്ട്, പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ചെന്നിട്ട് അവരവിടെ ഇരുന്ന് രാമായണം വായിക്കുമ്പോൾ ഭാഷ പോലും അറിയാണ്ട് മുന്നിലിരുന്ന് കേൾക്കുന്നവരുടെ കണ്ണ് നിറഞ്ഞൊഴുകുക, അവരുടെ കണ്ണിലൂടെയാണ് ഞാൻ രാമനെ അനുഭവിച്ചതെന്ന് ഗാന്ധിജി പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ അറിവുണ്ടായത് കൊണ്ട് അനുഭവം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അറിവുണ്ടായില്ല എന്നിട്ട് അനുഭവം ഉണ്ടായിക്കൂടാന്നില്ല. അറിവില്ലാത്തവർക്കാണ് കൂടുതൽ, ഒന്നും അറിയാണ്ടിരിക്കുക നല്ലത്. അപ്പോൾ കൂടുതൽ അനുഭവം ഉണ്ടാവും. അപ്പോൾ ആ ഭക്തി ഇല്ലാണ്ട് ഒന്നും കാര്യമില്ല. എന്ത് പഠിച്ചിട്ടോ നമ്മളുണ്ടല്ലോ അല്ലേ, അത് കുറേ പഠിച്ചു, ഇത് കുറേ പഠിച്ചു, രാമായണം കുറേ പഠിക്കണോ, നാരായണീയം വായിക്കാൻ പഠിക്കണോ, രീതിയിൽ വായിക്കാൻ പഠിക്കണം, ഇതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ അതിൻ്റെ കൂടെ നമ്മുടെ ഉള്ളിൽ ആ ഒരു ആർദ്രഭാവം ഉണ്ടാവണം. ആ ഭഗവാന്റെ ഉള്ളിൽ ആ ഭാവത്തോട് കൂടിയിട്ട് നമ്മൾ പറയുമ്പോൾ നമുക്ക് അനുഭവമായിട്ട് തീരും. ഭഗവാനെ അനുഭവിക്കുകയാണ് വേണ്ടത്, അറിയണേക്കാളും കൂടുതൽ അനുഭവിക്കുകയല്ലേ വേണ്ടത്. അപ്പം അതുകൊണ്ട് ഭക്തിഹീന വിമുഖന്മാരായിട്ടുള്ളവർ ശാസ്ത്രഗർത്തങ്ങളിൽ തോറും വീണ് കിടന്നാലൊന്നും കാര്യമില്ല. ഭക്തിഹീനന്മാർക്കു 100,000 ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും. ആ ഭക്തിഹീനന്മാരായിട്ടുള്ളവർക്ക് എത്ര ജന്മം കിട്ടിയാലും അറിയില്ല, ഭഗവാനെ അറിയാൻ പറ്റില്ല. അതേസമയം ആ ഭക്തിയോട് കൂടിയിട്ടാണെങ്കിൽ നമുക്ക് ആ അറിവും അതോടുകൂടി ആ ഭക്തിയോടുകൂടി ഭഗവാനെ അനുഭവിക്കുമ്പോൾ അത് നമുക്ക് നമ്മുടെ ഉള്ളിൽ അറിവായിട്ട് തെളിഞ്ഞു വരും എന്നുള്ളതാണ് പറയണത്. പരമാത്മാവമ്മമാഹൃദയം രഹസ്യമിതൊരു നാളും മദ്ഭക്തിഹീനന്മാരായി മേവീടും നരന്മാരോടു പറഞ്ഞറിയിക്കരുതടോ ഇതിന്മീതയൊന്നും പരമാമുപദേശമില്ലിതിന്മീതയൊന്നും ശ്രീ മഹാദേവൻ മഹാദേവിയോടരുൾ ചെയ്ത രാമമാഹാത്മ്യാമിതം പവിത്രം മുഹ്യതരം സാക്ഷാൽ ശ്രീരാമപ്രോക്തം വായുപുത്രനായിക്കൊണ്ടു മോക്ഷദം പാപാഹരം ഹൃദ്യമാനന്ദോദയം. സർവവേദാന്ത സംഗ്രഹം രാമതത്വം ദിവ്യനം ഹനുമാനോടുപദേശിച്ചതെല്ലാം ഭക്തി പൂണ്ടനാരദം പഠിച്ചിടുന്ന അപുമാൻ മുക്തനായി വരും ഒരു സംശയമില്ല നാഥേ. ബ്രഹ്മഹത്യാദി ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ തോറും ആർജിച്ചുള്ളോ എന്നാകിലും ഒക്കവേ നശിച്ചു പോമെന്നരുൾ ചെയ്തു രാമൻ. മർക്കടപ്രവനോ എന്നതു സത്യമല്ലോ. ജാതി നിന്ദിതൻ പരസ്ത്രീ ധനഹാരി പാപി മാതൃഘാതകൻ പിതൃഘാതകൻ ബ്രഹ്മാന്ത യോഗ വൃന്ദാപകാരി സുവർണസ്തേ ദുഷ്ടല്ലോക നിന്ദിതനേറ്റവും എങ്കിലവൻ ഭക്തിയാ രാമനാമത്തെ ജപിച്ചിടുകിൽ ദേവകളാൽ ആമോദപൂർവം പൂജ്യനായി വരും. അത്രയുമല്ല, യോഗീന്ദ്രന്മാരാൽ പോലും ലഭ്യമായ വിഷ്ണുലോകത്തെ പ്രാപിച്ചിടും. ഇല്ല സംശയമേതും. അങ്ങനെ അരുൾ ചെയ്തു കേട്ടു അങ്ങനെ മഹാദേവൻ അരുൾ ചെയ്തതു കേട്ടു തിങ്ങിയിടും. ഭക്തിപൂർവമരുൾ ചെയ്തിതു ദേവി. അപ്പോൾ പറയണു, ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തവരുടെ കാര്യം പറയുന്നത്. അവരൊക്കെ ആയാലും രാമനാമത്തെ ജപിച്ചു കഴിഞ്ഞാൽ, ജപിക്കണം, രാമനാമത്തെ ജപിച്ചാൽ അവരുടെ ആ പാപമൊക്കെ തീർന്നു പോകുമെന്ന് പറയും. മഹാത്മാക്കളൊരു കഥ അനുസ്മരിക്കാറുണ്ട്. കൊലപാതകൻ ദുഷ്ടനൊക്കെ ആയിട്ടുള്ള ഒരാൾ, കവർച്ചയൊക്കെ ചെയ്ത് നടക്കുന്ന ഒരാൾ ഇതുപോലെ ഒരു ദിക്കിൽ മോഷ്ടിച്ച് കഴിഞ്ഞിട്ട് അവരെ പോലീസ് പിടിക്കാനായിട്ട് രാജഭടന്മാരായിരിക്കാം അന്നത്തെ കാലത്ത് പിടിക്കാൻ ഓടിപ്പിച്ചപ്പോൾ ഓടിച്ചെന്ന് അവിടെ ഒരു സത്സംഗം ഉണ്ടായിരുന്നു അത്രേ. ആ സത്സംഗത്തിലിരുന്ന് ആ ഭഗവാന്റെ കാരുണ്യം നോക്കൂ, ആ ജീവനെ രക്ഷിക്കാനുള്ളൊരു കാരുണ്യം. അവിടെ ആ സത്സംഗത്തിൽ വന്നിരുന്ന ഭഗവാന്റെ കഥകൾ കേട്ടു. ആ ഭഗവാന്റെ കഥകൾ കേട്ട് കഴിഞ്ഞിട്ട് അവിടെ നാമം ജപിച്ചപ്പോൾ അവരുടെ ഒപ്പം
കാരണം ഇദ്ദേഹം എന്തിനാ നാമം ജപിച്ചതെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിനെ മനസ്സിലാക്കാണ്ടിരിക്കാൻ ഏറ്റവും ഭക്തി ഉണ്ടെന്ന് വിചാരിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഉറക്കെ നാമം ജപിക്കാൻ തുടങ്ങി. അങ്ങനെ ആ നാമം എന്തിനു വേണ്ടിയിട്ടായാലും നാമം നാവ് കൊണ്ട് ജപിച്ചപ്പോൾ ആ നാമത്തോടൊരു രതി ഉണ്ടായി എന്നാണ് പറയുന്നത് ആ ജീവന്. അങ്ങനെ പിന്നെ ആ അദ്ദേഹത്തിന് അന്ന് അങ്ങനെ രക്ഷപ്പെട്ടു, അദ്ദേഹത്തിനെ പിടിച്ചില്ല. പക്ഷേ പിന്നീട് ഇതുപോലെയുള്ള കർമ്മങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ അദ്ദേഹത്തിന് മടി. അദ്ദേഹത്തിന് പിന്നെ ഇതുപോലെ സത്സംഗം കേൾക്കണം എന്ന് തോന്നി, ഇവിടെ വന്നിരിക്കണം എന്ന് തോന്നി. അങ്ങനെ വന്നിരുന്ന് ആ അദ്ദേഹം ചെയ്ത എല്ലാ പാപങ്ങളെയെല്ലാം അതുകൊണ്ട് തീർന്ന് ഭക്തനായിട്ട് തീർന്നു സായുജ്യം ലഭിച്ചു എന്ന് മഹാത്മാക്കൾ അനുസ്മരിക്കാറുണ്ട്. അപ്പം അതുപോലെ നാമം ജപിച്ചാൽ എങ്ങനെയാണ് അവർക്ക് യോഗീന്ദ്രന്മാർക്ക് പോലും ലഭ്യമായ വിഷ്ണുലോകത്തെ. അപ്പോൾ ഇത്രയും മഹാഭാവികളായുള്ളവർക്ക് പോലും നാമത്തിനെ ഭക്തിപൂർവ്വം ജപിച്ചാൽ ഇങ്ങനെ സാധിക്കുന്നുണ്ടെങ്കിൽ അത്രയ്ക്കൊരു മഹാപാപമൊന്നും നമ്മൾ ചെയ്തിട്ടുണ്ടാവണമെന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളിവിടെ ഭഗവാൻ കൊണ്ടുവന്ന് ഇരുത്തില്ല. ചിലപ്പോൾ പാപം ചെയ്തത് പോവാനും ആവാം. ആ കള്ളനെ കൊണ്ടുവന്ന് ഇരുത്തിയ പോലെ ഇരുത്തിയതാണോ എന്നും അറിയില്ല. എന്താന്ന് ഗുരുവായൂരപ്പന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ കിട്ടിയ അവസരം പാഴാക്കാണ്ട് ഭഗവാനെ ആ ഭക്തിയോടുകൂടി ഇതിലൊക്കെ പറയണത് ഭാഗവതം എടുക്കുകയായാലും അതെ, രാമായണം എടുക്കുകയായാലും പറയുന്നത് നാമസങ്കീർത്തനം. ഭാഗവതത്തിൻ്റെ അവസാനം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനത്തെ പ്രാർത്ഥന നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമനം തം നമാമി ഹരിം പരം എന്നാണ് പറയണത്. ഇവിടെ അതെ രാമനാമം ജപിച്ചോളൂ, നാമം ജപിക്കുക എന്നുള്ളതിൻ്റെ മഹത്വമാണ് എല്ലാ ഗ്രന്ഥങ്ങളും പറയണത്. അത് കൂടുതൽ നമ്മുടെ ഉള്ളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഇത് ഓരോന്നും നമ്മൾ. അപ്പോൾ ഈ കഥകൾ കേൾക്കാൻ ആ നാമം ജപിച്ച് നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പോൾ ഈ കഥകളൊക്കെ എത്ര കേട്ടാലും മതിയാവില്ല. അപ്പോൾ നമ്മൾ ഈ കർക്കിടക മാസത്തിൽ മാത്രം വായിക്കണത് നിർത്തി വെച്ചിട്ട് വീട്ടിൽ ചെന്ന് ഇടയ്ക്കിടയ്ക്ക് ഇത് വായിക്കാൻ തോന്നും. ഇവിടെ ഇരുന്ന് ഇങ്ങനെ വായിക്കുന്നേക്കാളും വീട്ടിലിരുന്ന് അത് ആനന്ദിച്ച് ഇങ്ങനെ വായിക്കുമ്പോൾ, അതിങ്ങനെ അനുഭവിച്ച് വായിക്കുമ്പോൾ, കണ്ടു വായിക്കുമ്പോൾ ഒരുപാട് സുഖം ഉണ്ടാവും. ജാനകീ ജീവനസ്മരണം. ഈ ഭാഗം വായിച്ച് സമർപ്പിക്കാൻ. ബാക്കി നമുക്ക് ശിവൻ കഥ പറയണത് തൊട്ടിട്ട് നാളെ ആവാട്ടോ. കുറച്ച് നാമം ജപിക്കണമെന്ന് വ്യാഴാഴ്ചയാണ്. മംഗലാത്മാവേ മമ ഭർത്താവേ ജഗൽപദേ ഗംഗാ കാമുക പരമേശ്വര ദയാനിധേ പന്നഗാ വിഭൂഷണ ഞാൻ അനുഗ്രഹീതയായി ധന്യയായി കൃതാർത്ഥയായി സ്വസ്ഥയായി വന്നേനല്ലോ. ഛിന്നമായി വന്നു മമ സന്ദേഹമെല്ലാം ഇപ്പോൾ സന്നമായതു മോഹമൊക്കെ നിന്നനുഗ്രഹാൽ. നിർമ്മലം രാമതത്വാമൃതമം രസായനം തന്മുഖോൽഗളിതം ആവോളം പാനം ചെയ്താലും എന്നുള്ളിൽ തൃപ്തി വരികെന്നുള്ളതില്ലായല്ലോ. നിർണയാമതു മൂലമൊന്നുണ്ടു ചൊല്ലുന്നു ഞാൻ, സംക്ഷേപിച്ചരുൾ ചെയ്തതേതുമേ മതിയല്ല. സാക്ഷാൽ ശ്രീനാരായണൻ മഹാത്മ്യമെല്ലാം കിംഷണന്മാർക്ക് വിദ്യയുണ്ടാകയില്ലായല്ലോ. കിങ്കണന്മാരായുള്ളവർക്ക് അർത്ഥവും ഉണ്ടായി വരാ, കിമന്യന്മാർക്കു നിത്യാസുഖവും ഉണ്ടായി വരാ, കിന്ദേവന്മാർക്കു ഗതിയും പുനരതുപോലെ. ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ചരുളി ചെയ്തിടണം മടിയാതെ. ഈശ്വരൻ ദേവൻ പരമേശ്വരൻ മഹേശ്വരൻ. ഈശ്വരീയുടെ ചോദ്യം ഇങ്ങനെ കേട്ട നേരം മന്ദഹാസവും ചെയ്തു ചന്ദ്രശേഖരൻ പരൻ. സുന്ദരാഗാത്രി കേട്ടുകൊള്ളുകെന്നരുൾ ചെയ്തു. വേദാവൂ ശതകോടി ഗ്രന്ഥവിസ്തരം പുരാം വേദസംഹിതമരുൾ ചെയ്തിതു രാമായണം. വാൽമീകി പുനരിരുപത്തിനാലായിരമായി നാൻമുഖൻ നിയോഗത്താൽ മനുഷ്യാമുക്ത്യർത്ഥമായി. ചമച്ചാനതിരിതു ചുരുക്കി രാമദേവൻ നമുക്കുപദേശിച്ചിടിനാനേവം പുരാ. അധ്യാത്മാരാമായണമെന്നു പേരതിനിതം അധ്യയനം ചെയ്യുന്നോർക്ക് അധ്യാത്മജ്ഞാനമുണ്ടാം. പുത്രസന്തതി ധനാസമൃദ്ധി ദീർഘായുസ്സും മിത്രസമ്പതി കീർത്തി രോഗശാന്തിയുമുണ്ടാം. ഭക്തിയും വർദ്ധിച്ചിടും മുക്തിയും സിദ്ധിച്ചിടും. എത്രയും രഹസ്യമിതെങ്കിലോ കേട്ടാലും നീ. ജാനകീ ജീവനസ്മരണം. അപ്പോൾ പറയാണ്, കുറച്ച് കഥ പറഞ്ഞ് നിർത്തിയപ്പോൾ പറയാണ്, എനിക്ക് സന്തോഷമായി, പക്ഷേ എത്ര കേട്ടിട്ടും എനിക്ക് മതി വരണില്ല.
അതുകൊണ്ട് വിസ്തരിച്ച് പറഞ്ഞു തരണം എന്ന് പറയണു. എന്നിട്ട് പറയണ നിമിഷങ്ങൾ നിസ്സാരങ്ങളാണ് എന്ന് കരുതിയിട്ട് നാളെ ആവാം ഇന്നത്തെ അല്ലേ വിദ്യ നേടാൻ കഴിയില്ല, നാളെ എല്ലാം കൂടി പഠിക്കാം, നാളെ ആവാമെന്ന് പറഞ്ഞാൽ ഓരോ നിമിഷം കളയുന്നവർക്ക് വിദ്യ നേടാൻ കഴിയില്ല. ഓരോ നിമിഷങ്ങളെയും അതിൻ്റെ വില അനുസരിച്ച് കളയാണ്ട് പഠിക്കുന്നവർക്കേ വിദ്യ നേടാൻ കഴിയുള്ളൂ. 1 രൂപയുടെ നാണയമില്ല, സാരമില്ല എന്ന് വെച്ച് കളയണവർക്ക് ധനം ഉണ്ടാക്കാൻ പറ്റില്ല, ചെറുനാര. അപ്പോൾ അവർക്ക് സമ്പത്ത് ഉണ്ടാവില്ല, അപ്പോൾ ചോർന്ന് പോകണത് അറിയില്ല. പിന്നെ അതുപോലെ ഒരു സ്ഥലത്തുനിന്ന് കടം മേടിച്ചു, അത് വീട്ടാൻ വേറൊരു സ്ഥലത്തുനിന്ന് കടം മേടിച്ചു, അങ്ങനെ ആ കടബാധ്യത ആക്കാണ്ടിരിക്കുന്നവർക്ക് ജീവിതസുഖം ഉണ്ടാവില്ല. എന്നും കടക്കാർ വന്നിങ്ങനെ ചോദിക്കും, തരില്ല, പൈസ മേടിച്ച് തരൂ. അപ്പോൾ വേറൊരാളോട് മേടിച്ച് അയാൾക്ക് കൊടുക്കും, അത് കഴിഞ്ഞ് അയാൾ വന്ന് ചോദിച്ചു കൊടുക്കുമ്പോൾ വേറൊരാളോട് മേടിച്ച് കൊടുക്കും. ഇങ്ങനെയായിട്ട് സ്വൈരം എന്ന് പറയണത് ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് ദേവന്മാരെ ആദരിക്കാണ്ടിരിക്കണവർക്ക് ഗതി കിട്ടില്ല. അപ്പം അതുകൊണ്ട് കുറച്ച് കിട്ടിയ അമ്മ എനിക്ക് മതിയാവണില്ല, വിസ്തരിച്ച് കേൾക്കണം. അതുപോലെയാണ്. അപ്പോൾ അല്പം കേട്ടപ്പോൾ വിസ്തരിച്ച് കേൾക്കണം എന്ന് പറയണു. അപ്പോൾ ആ കഥ വിസ്തരിച്ച് പറയുന്ന ഭാഗങ്ങളാണ്. ഇന്ന് തുടക്കം കൊണ്ടായതുകൊണ്ട് കുറച്ച് നേരം എടുത്തു. അല്ല, ഇത്രയൊക്കെ നേരം തന്നെയാവും എല്ലാ ദിവസവും. കാരണം രാമായണം നമ്മൾ അത്ര നേരം ആവാറുണ്ട്. 11 മണിക്ക് നമ്മൾ ഇവിടുന്ന് പോയിട്ടുണ്ട് രാമായണം വായിച്ചിട്ട്. ചില ദിവസങ്ങളിൽ നമുക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല, എല്ലാവർക്കും നല്ല സന്തോഷമായിട്ടാണ് പോയത്. അത് കാരണം ആരും അറിഞ്ഞില്ല 11 മണിയായതെന്നുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നാമം ജപിച്ചിട്ട് ഇന്നത്തെ പാരായണം യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ കണ്ട് നന്നായി സമർപ്പിക്കാൻ സാധിച്ച സന്തോഷത്തോടുകൂടി ഒരു ആത്മസംതൃപ്തിയോടുകൂടി സമർപ്പിക്കാൻ സാധിച്ചതിന് ഭഗവാന്റെ പാദത്തിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് നാമജപത്തിൻ്റെ മഹത്വം പറയുന്ന ഈ രാമായണത്തിൻ്റെ സമർപ്പണം നാമജപത്തോടുകൂടി ഇന്ന് വ്യാഴാഴ്ചയാണ്. എല്ലാ വ്യാഴാഴ്ചയും നമ്മൾ നാമം ജപിക്കാറുള്ളതാണ്. അപ്പോൾ ഒരു 15 മിനിറ്റ് എല്ലാവരും കൂടി ഒരുമിച്ച് നാമം ജപിച്ചിട്ട് ഇത് സമർപ്പിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ
हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे
കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം. മുല്ലൂർലിത്തേവരേ ശരണം. സർവേശ്വര മംഗലത്തപ്പ ശരണം. തലയാക്കുളത്തമ്മേ ശരണം. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീരാധേശ്യാം. കൈതൊഴാം പരമേശാനി രാസമണ്ഡലവാസിനി രാസേശ്വരി നമിക്കുന്നേൻ കൃഷ്ണ പ്രാണാധിക പ്രിയേ. പ്രസാദിക്കുക മൂലോകമാതാവേ കരുണാർണവേ. ബ്രഹ്മ വിഷ്ണു ശിവാദ്യന്മാർ തൊഴും കാൽത്താരെഴും ശുഭേ. തൊഴാം സരസ്വതീ രൂപേ തൊഴാം സാവിത്രി ശങ്കരി. ഗംഗപത്മാവതീ രൂപേ ഷഷ്ടിമംഗളചണ്ഡികേ. കൈതൊഴാം തുളസീ രൂപേ തൊഴാം ലക്ഷ്മി സ്വരൂപിണി. തൊഴാം ദുർഗേ ഭഗവതി കൈതൊഴാം സർവരൂപിണി. നമിക്കുന്നേൻ കൃപാമൂർത്തേ മൂലപ്രകൃതി രൂപിണി. ഭവക്കടലിൽ നിന്നെന്നെ സദയം കരകേറ്റണേ. ഗോലോകനാഥയാം രാധാദേവിയെ കൈതൊഴുന്നു ഞാൻ. ബർഹാപീഠം നടവരവപുകർണയോ കർണികാരം. ബിഭ്രദ്വാസ കനകകപിശം വൈജയന്തിം ച മാലാം. രന്ധ്രൻ വേണോരധരസുതയാ പൂരയൻ ഗോപവൃന്ദൈ. വൃന്ദാരണ്യം സ്വപതരമണം പ്രാവിശദ്ഗീതകീർത്തിം. ഗോലോകനാഥനം രാധാദേവിയെ കൈതൊഴുന്നു ഞാൻ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം. രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ജാനകീ ജീവനസ്മരണം. ആഞ്ജനേയ സ്വാമിക്ക്. ആരോടുമുള്ളിൽ പകയേശിടാതെ നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ. രാഗാദിയിൽ പെട്ടു വലഞ്ഞിടാതെ. തീരേണമേ കൃഷ്ണമദീയ ജന്മം.